നിവർന്നിരുന്ന് ടീച്ചർ പിന്നാണ് ഒന്ന് നിവർന്നിരുന്ന് നിവർന്ന് മോളെ കുഞ്ഞെ നിവർന്ന് ഇരിക്കുക. ഒന്ന് കണ്ണുകൾ അടച്ചാൽ പ്ലീസ് മോനെ കണ്ണുകൾ അടച്ചാൽ ആ രണ്ട് കൈകളും നിങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് നിങ്ങൾ അപ്പയുടെ അമ്മയുടെ മുഖം മാത്രം ഒന്ന് മനസ്സിലാക്കരുത്. ദൈവം നമുക്ക് തന്ന ഏറ്റവും വലിയ സമ്മാനമാണ് നമ്മളെ മാതാപിതാക്കൾ. ജനങ്ങനെയാണ് പറയുന്നത്, ദൈവം നമുക്ക് നൽകിയ ഏറ്റവും വലിയ അത്ഭുതമാണ് നമ്മുടെ മാതാപിതാക്കൾ. നിങ്ങൾ പപ്പയും അമ്മയെ സ്നേഹിക്കുന്നവരാണെങ്കിൽ രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ പപ്പയും അമ്മയെ സ്നേഹിക്കുന്നവരാണെങ്കിൽ ഈ ഒരൊറ്റ മിനിറ്റ് നിങ്ങൾ അപ്പയ്ക്കും അമ്മയ്ക്കും വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റും. നിങ്ങൾ അപ്പയുടെ അമ്മയുടെയൊക്കെ അവസ്ഥ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ചിലപ്പോൾ രോഗികളായിരിക്കും, ചിലപ്പോൾ ഒത്തിരി സങ്കടപ്പെടുന്നവരായിരിക്കും, ചിലപ്പോൾ നല്ലൊരു ജോലിയില്ലാത്തതിന് പേര്, ജോലി നഷ്ടപ്പെട്ടതിൻ്റെ പേര്, വീട് പണി പൂർത്തിയാക്കാത്തതിന് പേര്, കടബാധ്യതയുടെ പേര് ഒരുപാട് വിഷമിക്കുന്നവരുണ്ടാകും. നിങ്ങൾ അപ്പൻ്റെ അമ്മയുടെ അവസ്ഥ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാൻ പറ്റും. ആത്മാർത്ഥമായിട്ട് ചങ്ക് തുറന്ന് ഒന്ന് പ്രാർത്ഥിക്കണം. എൻ്റെ പൊന്നു ഈശോയെ, എൻ്റെ അപ്പയമ്മയെ ഒന്ന് അനുഗ്രഹിക്കണമെന്ന് ആത്മാർത്ഥമായിട്ടൊന്ന് പ്രാർത്ഥിച്ചു. കുഞ്ഞുങ്ങളെ പോലെ പ്രാർത്ഥിക്കണം. നമുക്ക് പരിശുദ്ധ അമ്മയുടെ ഹൃദയത്തിലേക്ക് നമ്മുടെ പപ്പയും അമ്മയെ സമർപ്പിക്കാം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങൾ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പോരാ, ആമേൻ ആമേൻ. നീ പറഞ്ഞില്ല കേട്ടോ മോനെ, എന്തെടുത്തു മോനെ അപ്പുറത്തേക്ക് ബസ് വരും 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 ബസ് ഇപ്പുറത്ത് കേട്ടാ വിളിക്കണ വേറെ ഇല്ലെങ്കിൽ ഓക്കെ പറഞ്ഞേ ഹാലവിയ. പോരാ, അങ്ങനെ പറഞ്ഞേ ഹാലവിയ. ഞാൻ പറഞ്ഞായിരുന്നു, ഒന്ന് നിവർന്നിരിക്കണം, രണ്ട് എന്നെ കണ്ണുകളിലേക്ക് മാത്രം നോക്കിയിരിക്കണം ഞാൻ പറഞ്ഞു കേട്ടോ. എന്നെ കണ്ണുകൾക്ക് ഒരു പ്രത്യേകത ഉണ്ട്, അതുകൊണ്ട് തന്നെ കണ്ണുകളിലേക്ക് നോക്കിയിരിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഓക്കെ, ഞാൻ ആദ്യം തന്നെ രണ്ട് ചോദ്യം നിങ്ങളോട് ചോദിക്കുക. ആദ്യം തന്നെ രണ്ട് ചോദ്യം നിങ്ങളോട് ചോദിക്കുക. ഒന്നാമത്തെ ചോദ്യം ഇതാണ്, അപ്പനെ അമ്മയും സ്നേഹിക്കുന്നവര് ഒന്ന് കൈ ഉയർത്തി കാണിക്കാവോ? ചില പിള്ളേർ മനസ്സിൽ പറഞ്ഞു, ചേട്ടൻ എന്നെ ഒത്തിരി ചോദ്യം ചോദിച്ചു, ഞങ്ങളുടെ അപ്പനമ്മയെ ഞങ്ങളെ നാട്ടിലൊന്ന് സ്നേഹിക്കണം അല്ലേ? അങ്ങനെയൊക്കെ ചിന്തിച്ച ആൾക്കാരാണ് അല്ലേ? ഓക്കെ, കൈകളാണ് കേട്ടോ. എനിക്കറിയാം ഈ ചോദ്യം ഞാൻ എവിടെയെല്ലാം ചോദിച്ചിട്ടുണ്ടോ അവിടെയൊക്കെ എല്ലാവരും കൈ ഉയർത്തിയിട്ടുണ്ട് കേട്ടോ. ഞാനൊരു മറുചോദ്യം ചോദിക്കാണ്. അങ്ങനെയെങ്കിൽ ഇത്രയും നാളുകളൊക്കെ നിങ്ങളുടെ അപ്പനും അമ്മയും നിങ്ങളോട് എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ ഒന്നുപോലും വിടാതെ ഞാൻ എല്ലാ കാര്യങ്ങളും അനുസരിക്കാറുണ്ട് അല്ലെങ്കിൽ അനുസരിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ളത് മാത്രം സത്യസമാധാനം എഴുതി കാണിച്ച് അവള് കണ്ട വിളിച്ചു അറിയാതെ കൈ പൊങ്ങിയാണ് അല്ലേ? ഓക്കെ, ബാക്കി ആരുമില്ലേ? ചിലമാരുടെ പുറകിലേക്ക് നോക്കിയേ ആരെങ്കിലും ഉണ്ടടാ, ഞാനല്ല. ചിലർ അങ്ങനെയാണ് കേട്ടോ. ഞാൻ ആദ്യം ചോദിച്ചു പപ്പയെ അമ്മയെ സ്നേഹിക്കണം, പിന്നെ അല്ലേ അനുസരിക്കാറുണ്ട്. മക്കളെ ഓർത്തേക്കാം കേട്ടോ. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ അത്ഭുതമാണ് നമ്മുടെ അപ്പനും നമ്മുടെ അമ്മയും എന്ന് പറയുന്നത്. ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഏറ്റവും വലിയ അത്ഭുതം. ഇതുപോലെ ഒരു അത്ഭുതം നമ്മുടെ ജീവിതത്തിൽ ലഭിക്കാനുണ്ട്. പറഞ്ഞ ഹാലലുയ, ഹാലലുയ, ജീവന പറ ഹാലലുയ. ഒരുപാട് മക്കളെ കുറിച്ച് ഓർത്ത്, മക്കളുടെ സ്വഭാവം കണ്ടിട്ട്, മക്കളുടെ പെരുമാറ്റം കണ്ടിട്ട് ഒത്തിരി കുടുംബങ്ങളിൽ കണ്ണുനീരൊഴുക്കുന്ന വേദനിക്കുന്ന മാതാപിതാക്കന്മാരുണ്ട്. മക്കളുടെ സ്വഭാവം കണ്ടിട്ടായിരിക്കാം, മക്കളുടെ സംസാര രീതി കണ്ടിട്ടായിരിക്കാം, മക്കളുടെ ചില പെരുമാറ്റങ്ങൾ കണ്ടിട്ടായിരിക്കാം. ഒത്തിരി കുടുംബങ്ങളിൽ അപ്പനമ്മയ്ക്ക് ഇത് വിഷമിക്കുന്നുണ്ട്, സങ്കടപ്പെടുന്നുണ്ട്. ഞാനൊരു ചെറിയൊരു അനുഭവം പറയാം. ഒരിക്കലും ഇടുക്കിയിൽ ഒരു സ്ഥലത്ത് കുട്ടികൾക്ക് താമസിച്ച ഒരു പ്രോഗ്രാം നടക്കി. അപ്പോൾ ഏകദേശം 8ാം ക്ലാസ് മുതൽ +2 വരെയുള്ള കുട്ടികളുടെ പ്രോഗ്രാമാണ്. അപ്പോൾ ഞാൻ രണ്ടാമത്തെ ദിവസമാണ് അവിടെ ക്ലാസ് എടുക്കാൻ വേണ്ടി ചെല്ലുന്നത്. ഞാൻ എവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒരു ഗ്രൂപ്പിനെ അഭിസംബോധന ചെയ്യുമ്പോൾ ഞാൻ ആ ഗ്രൂപ്പിനോട് ആദ്യം പറയുന്നത്
നിങ്ങൾ മാതാപിതാക്കന്മാരെ നിങ്ങൾ ബഹുമാനിക്കുക. ബാക്കി എല്ലാം ദൈവം നിങ്ങൾക്ക് നൽകിക്കൊള്ളും. അതാണ് ഞാൻ എപ്പോഴും ആദ്യം പറയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അന്ന് രണ്ടാമത്തെ ദിവസം ഞാൻ അവിടെ എത്തിയത്, അന്ന് ഇതുപോലെ തന്നെ ആ കുഞ്ഞുങ്ങളോട് ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ മാതാപിതാക്കന്മാരെ അനുസരിക്കുക, നിങ്ങൾ മാതാപിതാക്കന്മാരെ സ്നേഹിക്കുക. ഇങ്ങനെ പറഞ്ഞ് ക്ലാസ് കഴിഞ്ഞ് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ +1 പഠിക്കുന്ന ഒരു പെൺകുട്ടി ഓടി എൻ്റെ അരികിലേക്ക് വന്നു. എന്നിട്ട് പറഞ്ഞു, ചേട്ടാ ഒന്ന് സംസാരിക്കണമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞാൽ അധികം കൗൺസിലിങ്ങിന് ഇരിക്കാറില്ല, വേറെ ആരെങ്കിലും കൗൺസിലിംഗ് ഇരിക്കുന്നുണ്ടല്ലോ, അപ്പോൾ അവരോട് സംസാരിച്ചാൽ പോലെ പറ്റില്ല, ചേട്ടനോട് തന്നെ സംസാരിക്കണം. ഞാൻ ആയിക്കോട്ടെ, കുഴപ്പമില്ല. എന്നാൽ ഞാൻ പുറത്ത് 2 കസേരയ്ക്ക് ഇട്ടിട്ട് ഞാൻ അവളെ ഇരുത്തി. ഞാൻ പറഞ്ഞു, എന്താ മോളെ ഷെയർ ചെയ്യാനുള്ള എന്ത് കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പോൾ അവൾ പറഞ്ഞു, ചേട്ടാ എനിക്ക് വേണ്ടിയിട്ടൊന്ന് പ്രാർത്ഥിക്കും. ഇപ്പോൾ എനിക്ക് പറയാൻ പറ്റും, ചേട്ടാ എനിക്ക് വേണ്ടിയിട്ടൊന്ന് പ്രാർത്ഥിക്കും. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, തലയിൽ വെച്ച് അവൾക്ക് വേണ്ടി കുറച്ച് സമയം പ്രാർത്ഥിച്ചിട്ട് ഞാൻ അവളോട് ചോദിച്ചു, മോളെ എന്നതാണ് നിനക്ക് സംസാരിക്കുന്നത്, എന്നെ പറ്റി? ഇങ്ങനെ ചോദിച്ച സമയത്ത് അവളെൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിയിട്ട് ഒരൊറ്റ അവളിങ്ങനെ ഇരുന്ന് കരഞ്ഞിട്ടിരിക്കും. അപ്പം ഞാൻ പറഞ്ഞു, മോളെ നിന്റെ കരച്ചിൽ നിർത്ത്, കാരണം നീ കരയരുത്, കാരണവശാലും കരയില്ല എന്നൊക്കെ ഇങ്ങനെ പറയുക. അപ്പം ഞാൻ പറഞ്ഞു, നീ കരയരുത് എന്നിങ്ങനെ പറയും. അപ്പോൾ അവൾ വേറെ ടൂണിൽ വേറെ രീതിയിൽ കരഞ്ഞാണ്ടിരിക്കും. അപ്പം ഞാൻ തന്നെ വിചാരിച്ച, ദൈവമേ ഇവളെ കരച്ചിൽ കാണിക്കാൻ വേണ്ടി ചിലപ്പോൾ എന്നെ മനസ്സിലായിരിക്കും. കരച്ചിൽ എത്ര രീതികളൊക്കെ ഉണ്ട്, എങ്ങനെയൊക്കെ കരയാം എന്ന് ഒരു ക്ലാസ് എനിക്ക് തരികയായിരിക്കും എന്ന് ഞാൻ വിചാരിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും ചോദിച്ചു, മോളെ നീ കരയരുത്, നിനക്ക് എന്നെ പറ്റുന്നു. അപ്പോൾ ചേട്ടനോട് നിന്റെ വിഷമം എന്താ ചേട്ടനോട് ഷെയർ ചെയ്തോ. അപ്പം ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യാം, നീ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. പക്ഷേ അവളെന്ത് ചെയ്യുന്നു, അവളെ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് കണ്ടിരിക്കുക. അപ്പോൾ ഇവിടെ കരയുന്നതുകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, അവൾ കരഞ്ഞുകൊണ്ട് ഇരിക്കുകയല്ലേ. അപ്പം ഞാൻ പറഞ്ഞു, പ്ലീസ് മോളെ നീ കരയല്ലേ, കാര്യം പറ എന്നിങ്ങനെ പറഞ്ഞിരിക്കുക. അപ്പോൾ കുറച്ച് സമയം ഞാൻ അവൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. പക്ഷെ അവളെ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കും. അപ്പം ഞാൻ എന്തെങ്കിലും പെട്ട അവസ്ഥയായി. ഞാൻ എന്തെന്നറിയോ, കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ കൈ കെട്ടി ഒന്ന് ചിരിച്ചുണ്ട്, ആ കര മോളെ കരയുന്നു. അപ്പോൾ നമ്മൾ ഇടിപ്പ് പോലെ കരയെന്ന് പറയുന്നു. അപ്പോൾ ഞങ്ങൾ എടുക്കരയടി ഇങ്ങനെ ബലം പിടിച്ച കരച്ചിൽ നിർത്തി വരിക. അപ്പോൾ കരച്ചിൽ നിർത്തിയപ്പോൾ ഞാൻ മനസ്സിൽ പറഞ്ഞു, അങ്ങനെ വഴിക്ക് വാ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുക. കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, മോളെ നീ എന്തിനാ കരഞ്ഞ ശരിക്കും? അപ്പോൾ കരച്ചിൽ നിർത്തി ആ സന്തോഷത്തിൽ ഞാനിങ്ങനെ ഇരിക്കുക. അവരെ വർദ്ധയ്ക്ക് വരുത്തിയല്ലോ. അതുകൊണ്ട് ഞാൻ ചോദിച്ചു, നീ എന്തിനാ കരഞ്ഞത്, എന്നെ പറ്റി എന്ന് ചോദിച്ചാൽ ഞാൻ വീണ്ടും പിന്നെ ഇങ്ങനെ കരഞ്ഞിരിക്കുക. പിന്നെ ഒരു രക്ഷയില്ല, അവരിങ്ങനെ കരഞ്ഞിരിക്കുകയല്ലേ. അപ്പം ഞാൻ വെയിറ്റ് ചെയ്യും. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ പതിയെ അവളിങ്ങനെ കരച്ചിലൊക്കെ നിർത്തി വരും. കരച്ചിൽ നിർത്തി കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ദയവ് ചെയ്ത് എനിക്കറിയരുത്, നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നീ പറയുക, ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അവളിങ്ങനെ എന്നെ നോക്കി, ആ 16 വയസ്സുള്ള 15 വയസ്സുള്ള ഒരു പെൺകുട്ടി പട്ടി പോകുന്ന പോലെ കൊണ്ടിരിക്കുക, എനിക്ക് എൻ്റെ വീട്ടിൽ പോകണമെന്ന് പറഞ്ഞത്. അപ്പം ഞാൻ നിനക്ക് നാണമില്ല. ചെറിയ പിള്ളേരൊക്കെയാണെങ്കിൽ നമ്മൾ പറയാം അല്ലേ, നമുക്ക് സങ്കടം കൊണ്ട്, അമ്മയെ കാണുന്ന സങ്കടം കൊണ്ട് കരയുകയായിരിക്കും. പക്ഷെ ഇത് 16 വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ് കരഞ്ഞോണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ നിനക്ക് നാണമില്ല, ഇത്രയും ഇങ്ങനെ വലുതായതല്ലേ എന്നൊക്കെ പറഞ്ഞിരിക്കുക. അപ്പോൾ അവർ എനിക്ക് ഇപ്പോൾ തന്നെ എൻ്റെ വീട്ടിൽ പോകണം. അപ്പം ഞാൻ പറഞ്ഞു, മോളെ 3 ദിവസത്തെ ധ്യാനമാണ്, 4 മണിക്ക് ധ്യാനം കഴിയും, 4 നമുക്ക് വീട്ടിൽ പോകാം. അപ്പോൾ അവരെ പറ്റില്ല, എനിക്ക് ഇപ്പം തന്നെ എൻ്റെ വീട്ടിൽ പോകാം. അപ്പോൾ ഞാൻ പറഞ്ഞു, പോകാൻ പറ്റില്ല മോളെ, കാരണം ഇന്ന് കുമ്പസാര ദിവസമൊക്കെയാണ്. അപ്പോൾ എനിക്ക് പോയാൽ പറ്റത്തുള്ളൂ. വാശിയുടെ കാര്യത്തിൽ അവൾ അപ്പൂപ്പനാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഒരു കാരണവശാലും ഇന്ന് തന്നെ വീട്ടിൽ വിടത്തില്ല, പോകാൻ പറ്റില്ല. അവൾ പറയും, എനിക്ക് പോകണം. ഞാൻ പറഞ്ഞു, വിടത്തില്ല. അവൻ പിന്നെ എന്നെ നോക്കി, പിന്നെ ഇങ്ങനെ നോക്കിയിട്ട് എനിക്ക് പോകണമെന്നല്ല പറഞ്ഞു. ഞാൻ പറഞ്ഞു, വിടാൻ മാട്ടെ. അവൾ പിന്നെ എനിക്ക് പോകണമെന്നല്ല. ഞാൻ നീ എന്തെല്ലാം പരിപാടി പറഞ്ഞാലും ശരി, നിന്നെ വീട്ടിൽ വിടത്തില്ല. അവൾ സങ്കടപ്പെട്ടിരിക്കും. കുറച്ച് കഴിഞ്ഞാൽ പിന്നെയും കരഞ്ഞെന്ന് പറഞ്ഞു, ചേട്ടാ എനിക്ക് ഇന്നും എൻ്റെ അമ്മയോട് സോറി പറയണം ചേട്ടാ. അപ്പം എനിക്ക് മനസ്സിലായി, എന്തോ സംഭവം മനസ്സിലായിരുന്നു. അപ്പം ഞാൻ ചോദിച്ചു, മോളെ നീ എന്തിനാണ് നിൻ്റെ അമ്മയോട് സോറി പറയുന്നത്, എന്നാ പറ്റും?
ഇപ്പോൾ ഇവിടെ പറഞ്ഞൊരു കാര്യം വെച്ചാൽ ഞാൻ ഇന്നലെ ഈ പ്രോഗ്രാമിന് വരുന്ന സമയത്ത് പോലും എൻ്റെ അമ്മയോട് ഞാൻ അടികൂടിയിട്ടാണ് വഴക്കുണ്ടാക്കിയിട്ടാണ് ഇപ്പം ഞാൻ ചെന്ന് കാര്യം അവൾ പറയുക ചേട്ടാ അമ്മ എന്നൊരു കാര്യം പറഞ്ഞു എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഞാൻ തിരിച്ചു പറഞ്ഞു അത് അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല അമ്മ തിരിച്ചു പറഞ്ഞു അപ്പം അമ്മയോട് ഇങ്ങോട്ട് തിരിച്ചു പറഞ്ഞോണ്ടിരിക്കുക അത് ചില പെൺകുട്ടികൾ സൂക്ഷ്മമാണ് അല്ലേ അമ്മ ഒന്ന് പറയും പിള്ളേരെ 16 പറയും അതൊക്കെ ഞങ്ങൾ ആൺകുട്ടികൾ ഡീസന്റ് കേട്ടാ കേട്ടോ മക്കളെ അല്ലേ ആണോ എവിടെ ഞങ്ങൾ ആൺകുട്ടികൾ ഡീസന്റാ ചില പിള്ളേർ പറഞ്ഞു അല്ലെങ്കിൽ ചേട്ടൻ ആൺകുട്ടികളുടെ ഭാഗത്തല്ലേ നിൽക്കത്തുള്ളൂ അങ്ങനെയല്ല കാരണം അറിയോ ഞങ്ങൾ ആൺകുട്ടികൾ അമ്മയോട് അങ്ങനെ തർക്കാൽ പറയുകയോ ദേഷ്യപ്പെടുകയോ അങ്ങനൊന്നുമില്ല ഞങ്ങൾ ആൺകുട്ടികൾ എങ്ങനെയല്ലോ അമ്മ ഞങ്ങളെ വിളിക്കും മോനെ ഇങ്ങനെ വന്നേ ഞങ്ങൾ ഒന്നും കൊണ്ടത്തില്ല ഇങ്ങോട്ട് വിളിച്ചാൽ അങ്ങോട്ടേ പോകത്തുള്ളൂ അതാണ് ആൺകുട്ടികൾ അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ ദേഷ്യപ്പെടുകയൊന്നുമില്ല കേട്ടോ പക്ഷെ പെൺകുട്ടികൾ അങ്ങനെ ചെയ്യും പെൺകുട്ടികൾ അങ്ങനെയല്ല അമ്മ എന്തെങ്കിലും കാര്യം പറയും ഉടനെ ഇങ്ങനെ പറഞ്ഞിരിക്കും അവസാനം അമ്മ സരികെട്ടിയ ബോർഡ് കൊടുത്തു ഒന്ന് കിട്ടിയാൽ മതി. അപ്പൊ ഇതുപോലെ തന്നെ അവള് അമ്മയോട് തന്തല പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അമ്മയ്ക്ക് ദേഷ്യം വന്നപ്പോൾ അമ്മയെന്നിട്ട് ഇതുപോലെ തല്ലുപോയി. അപ്പോൾ അവള് പറയുകയാണ് ചേട്ടാ ആദ്യമായിട്ടാണ് എൻ്റെ അമ്മ എൻ്റെ മുഖത്ത് തല്ലുന്നത്, എനിക്ക് സങ്കടം ഉപേക്ഷിച്ചേ. ചേട്ടാ ആ സമയത്ത് ഞാൻ എൻ്റെ അമ്മയുടെ മുഖത്ത് നോക്കി ഞാനൊരു ഡയലോഗ് പറഞ്ഞു. അത് കേട്ടതും എൻ്റെ മുമ്പിൽ നിന്ന് എൻ്റെ അമ്മ കരയുന്നതിനാണ്. ഞാൻ മൈൻഡില്ല, ഞാൻ അകത്തേക്ക് ഇട്ടു. കൂട്ടുകാരൻ വന്ന് ധ്യാനത്തിൽ പോകാൻ വേണ്ടി വിളിച്ചു. ഞാൻ പാക്ക് ചെയ്തിരിക്കുന്നത് ബാഗെടുത്ത് ഞാനിങ്ങനെ പോകും. അപ്പം ഞാൻ ചോദിച്ചു, മോളെ നീ എന്ത് ഡയലോഗാണ് നീ നിൻ്റെ അമ്മയോട് പറഞ്ഞത്? അപ്പോൾ അവർ പറയാം ചെറിയ സങ്കടം നമ്മൾ പറഞ്ഞു. നമ്മൾ ശരിയാണ്, അമ്മ തല്ലി കഴിഞ്ഞപ്പോൾ നമുക്ക് സങ്കടം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് നീ പറഞ്ഞത്. പക്ഷെ എന്ത് ഡയലോഗാണ് നീ പറഞ്ഞത്? അപ്പോൾ പിന്നെ പറയാം ചേട്ടാ എനിക്ക് ദേഷ്യം കൊണ്ട് ഞാൻ പറഞ്ഞത്. ശരിയാ, സങ്കടം ഉണ്ടായിക്കാണ്, ദേഷ്യം വന്നിട്ടുള്ളത്, അതുകൊണ്ടാണ് നീ പറഞ്ഞത്. എന്നാൽ എന്ത് ഡയലോഗാണ് പറഞ്ഞേ? എനിക്ക് അത് കേൾക്കാനൊരു ആഗ്രഹമായിരുന്നു. അപ്പോൾ പറയാം ചേട്ടാ വേറെ ഒന്നുമല്ല ഞാൻ പറഞ്ഞത്, എനിക്ക് അമ്മ ആദ്യമായിട്ട് പല തല്ലുകൊള്ളു. അപ്പോൾ ആ സങ്കടം ദേഷ്യമൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു, അല്ലെ നിങ്ങൾ മരിച്ച സെമിത്തേരിയിലേക്ക് എടുത്താൽ പോലും എൻ്റെ കണ്ണിൽ നിന്ന് ഒരൊറ്റ കണ്ണുനീര് വീഴട്ടെ, അത്രയ്ക്ക് വെറുപ്പാണ് എനിക്ക് നിങ്ങളോട്. ആണോ, 16 വയസ്സുള്ള ഒരു പെൺകുട്ടി അമ്മ തല്ലിയതിൻ്റെ പേരില്, അമ്മ വഴക്ക് പറഞ്ഞതിൻ്റെ പേരില് അമ്മയുടെ മുഖത്ത് നോക്കി പറയുക, നിങ്ങളെ എനിക്ക് ഇഷ്ടമല്ല, നിങ്ങൾ മരിച്ചാൽ പോലും ഞാൻ കരയത്തില്ല, അത്രയ്ക്ക് വെറുപ്പാ എനിക്ക് നിങ്ങളോട്. എന്റെ പ്രിയപ്പെട്ട കുഞ്ഞനുജന്മാരെ അനുജന്മാരെ ഓർക്കണം കേട്ടോ, ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ അത്ഭുതമാണ് നമ്മുടെ അപ്പനും നമ്മുടെ അമ്മയും. ഒരു നിമിഷം കണ്ണ് കിടക്കാം, ഒന്ന് കണ്ണ് കിടക്കാം, ഒന്ന് കണ്ണ് കിടച്ച് ഞാനൊരു 3 ചോദ്യം ചോദിക്കുന്നത്. ആ 3 ചോദ്യത്തിനും കണ്ണുകൾ അടച്ച് കൈകൾ ഉയർത്തിയാണ് ഉത്തരം തരേണ്ടത്. ഒരു കാരണവശാലും നിങ്ങൾ കണ്ണ് തുറന്ന് മറ്റുള്ളവരെ നോക്കാൻ പാടില്ല. ഇത് നിന്നിലേക്ക് തന്നെയുള്ള തിരിഞ്ഞു നോക്കണം. നീ എങ്ങനെയാണ് എന്ന് അറിയാനുള്ള തിരിഞ്ഞു നോക്കണം. ഒന്നാമത്തെ ചോദ്യമാണ്, എപ്പോഴെങ്കിലും നിങ്ങൾ കാരണം, നിങ്ങളുടെ സ്വഭാവം കണ്ടിട്ട്, നിങ്ങളുടെ പെരുമാറ്റം കണ്ടിട്ട്, നിങ്ങൾ ഏതെങ്കിലും സംസാര രീതി കണ്ടിട്ട് എപ്പോഴെങ്കിലും നിങ്ങളുടെ മുൻപിലിരുന്ന നിങ്ങളുടെ അമ്മ അല്ലെ പപ്പ കരയുന്നതോ സങ്കടപ്പെടുന്നതോ കണ്ണു നിറയുന്നതോ കണ്ടിട്ടുള്ളവർ സത്യസന്ധമായിട്ട് ഒന്ന് കൈവെത്തി കഴിക്കാം. ഓക്കെ, കൈവെത്താൻ കണ്ണു തുറക്കാൻ പറഞ്ഞില്ല. രണ്ടാമത്തെ ചോദ്യമാണ്, എന്നെങ്കിലും പപ്പയോടും അമ്മയോടും വാശി കാണിച്ചിട്ട് അവരെ ഒന്ന് തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് ഭക്ഷണം കഴിക്കാതെ കിടന്നുള്ളവർ ഒന്ന് കൈവെത്തി കാണിക്കാം. ആ പുറകെ കണ്ണൻ വെച്ചിരിക്കുന്ന 2 പേരും കൂടി ബാധമാണ്. എല്ലാവരും നമ്പറെടുത്ത് കഴിക്കും. കൈകളായിട്ട് ഓക്കെ. മൂന്നാമത്തെ ചോദ്യം കേട്ടോ, അപ്പയമ്മയെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴെങ്കിലും ഞാനിപ്പോൾ ചത്തുകളയും എന്ന് പറഞ്ഞിട്ടുള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ സത്യസന്ധമാണ് ദൈവത്തിൽ കഴിക്കാം. അപ്പയമ്മയെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ചത്തുകളയും എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, കൈകളായ കണ്ണു തുറന്നു കേട്ടോ, കണ്ണു തുറന്നു മക്കളെ. കുറച്ച് പേരെ കൈകെട്ടി അല്ലേ. ഇത് കുഞ്ഞുങ്ങളെ, ഞാൻ ഇന്ന് നിങ്ങളോട് ഇപ്പോൾ പറയുന്നൊരു കാര്യം,
ഇന്ന് രാത്രി കിടന്നുറങ്ങുന്ന മുമ്പ് ചെയ്യാൻ പറ്റുമോ? ചെയ്യാൻ പറ്റുമോ മക്കളെ? ചെയ്യാൻ പറ്റുമോ? നിങ്ങൾ ചെയ്യത്തില്ല, എനിക്കറിയാം. ചെയ്യാൻ പറ്റുമോ? ഞാൻ പറയുന്ന കാര്യം എങ്ങനെയായിരിക്കും മക്കളെ? ഇന്ന് വീട്ടിൽ ചെന്ന് കിടന്നുറങ്ങുന്നതിന് മുമ്പ് നിങ്ങളൊരു 3 കാര്യങ്ങൾ നിങ്ങളുടെ പപ്പയും മമ്മിയുടെയും പറയുന്ന കാര്യങ്ങളാണ്. ഒന്ന്, നിങ്ങളുടെ പപ്പയും അമ്മയും ഒന്ന് കെട്ടിപ്പിടിക്കണം. 2, അവരുടെ 2 കവിളിലും ഒരു ഉമ്മ കൊടുക്കണം. 3, ഈ കൈ ഉയർത്തിയവർ, ഉയർത്താൻ നാണമുണ്ടായവർ, നേരെ രീതിയിൽ ഉയർത്തണം തോന്നുന്നവർ മക്കളെ അവരോട് ഒന്ന് സോറി പറഞ്ഞിട്ടെ കിടന്നുറങ്ങുക. ചെയ്യാൻ പറ്റും? ഇല്ലല്ലേ? ചെയ്യത്തില്ലല്ലേ മോനെ? ചെയ്യാൻ പറ്റുമോ? ചെയ്യണം കേട്ടോ. കാരണം മക്കളെ, ദൈവം നമുക്ക് തന്ന ഏറ്റവും വലിയ സമ്മാനമാണ് നമ്മുടെ മാതാപിതാക്കൾ. നമുക്കൊരു വചനം കേൾക്കാം. ബൈബിൾ ആരെങ്കിലും വേഗം പ്രഭാഷകന്റെ പുസ്തകം അതില് 7-ാം അധ്യായം 27-28 വചനം കേട്ടോ. പ്രഭാഷകന്റെ പുസ്തകം 7-ാം അധ്യായം 27-28 വചനം. കിട്ടിയോ? ആരാണ് ഫസ്റ്റ്? ആരാണ് കിട്ടിയോ? കിട്ടിയോ? ഓക്കെ. അതെ, സൗണ്ടിന്റെ കാര്യത്തിൽ എന്നെ തോൽപ്പിക്കാൻ പറ്റില്ല കേട്ടോ. പിന്നെ നിങ്ങളൊരു കാര്യം ചെയ്തായിരുന്നു, ഒന്ന് കറണ്ട് പോയോളൂ, പെട്ടെന്ന് നിങ്ങൾ അത് നിങ്ങളുടെ സ്വഭാവം വിളിച്ചോതുകയാണ്. കാരണം മക്കളെ, നമ്മളൊരു ധ്യാനത്തിൽ ആ കണ്ണട വെച്ചാൽ നമ്മളൊരു ധ്യാനത്തിൽ പങ്കെടുക്കുക അല്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ വീട്ടിലായിരിക്കുന്ന സമയത്ത് നിങ്ങൾ വീട്ടിൽ സന്ധ്യാപ്രാർത്ഥന നടന്നിട്ടിരിക്കുക. ആ സമയത്ത് നിങ്ങളുടെ വീട്ടിൽ കറണ്ട് പോയി ഉടനെ ഇങ്ങനെ ചെയ്യുവോ? ചെയ്യുവോ? വാദം പറ, ചെയ്യുവോ? പിന്നെ എന്തുകൊണ്ടാണ് ഇവിടെ അങ്ങനെ കറണ്ട് പോയപ്പോൾ നിങ്ങൾ കൈയടിച്ചത്? കാരണം നിങ്ങളുടെ ഇടവകയെ, നിങ്ങളുടെ പള്ളിയെ നിങ്ങൾക്ക് സ്വന്തം വീടായിട്ട് കാണാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ടാണ് നിങ്ങൾ കൈയടിച്ചത്. ഓക്കെ മക്കളെ, ആ വചനം ഇതാണ്. പ്രഭാഷകന്റെ പുസ്തകം 7-ാം അധ്യായം 27-28 വചനം. അവിടെ ഇങ്ങനെ പറയുന്നത് അവന്റെ എഴുതിപ്പോയി. ഓക്കെ മക്കളെ, അവിടെ ഇങ്ങനെ പറയുന്നത് വായിക്കാമോ? മാതാപിതാക്കന്മാരാണ് നിനക്ക് ജന്മം നൽകിയത് നോക്കുക. പൂർണ്ണ ഹൃദയത്തോടെ പിതാവിനെ ബഹുമാനിക്കുക. നൊന്ത് പെറ്റ അമ്മയെ മറക്കരുത്. മാതാപിതാക്കന്മാരാണ് നിനക്ക് ജന്മം നൽകിയതെന്ന് ഓർക്കുക. നിനക്ക് അവരുടെ ദാനത്തിന് ഏത് പ്രതിഫലം നൽകാൻ കഴിയും? ഓക്കെ, അപ്പൊ നമ്മൾ സ്നേഹിക്കുന്നവർ വലത് ഉയർത്തി കണ്ടോ? മുട്ട് മടക്കാതെ നിവർത്തി തടുത്തിരിക്കുന്ന ഒരു 50 പേരുകൾക്ക് ഈ വാചനം എന്ന് പറഞ്ഞ് പൂർണ്ണ ഹൃദയത്തോടെ പിതാവിനെ ബഹുമാനിക്കുക. നൊന്ത് പെറ്റ അമ്മയെ മറക്കരുത്. മാതാപിതാക്കന്മാരാണ് നിനക്ക് ജന്മം നൽകിയതെന്ന് ഓർക്കുക. നിനക്ക് അവരുടെ ദാനത്തിന് എന്ത് പ്രതിഫലം നൽകാൻ കഴിയും? ഏതായാലും മക്കളെ, കർത്താവിന്റെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പന്റെയും അമ്മയുടെയും സ്നേഹത്തിന് നിനക്ക് എന്ത് പ്രതിഫലം നൽകാൻ കഴിയും? ഓർക്കേണ്ട കാര്യം ഇങ്ങനെ പറയപ്പെടുന്നത്, അതായത് നമുക്ക് നമ്മുടെ ശരീരത്തിൽ സഹിക്കാൻ പറ്റുന്ന വേദനയുടെ ഒരളവുണ്ട്. അതിപ്രകാരമാണ് പറയുന്നത് 45 ഡെലിയൂണിറ്റ് വേദന. അത്രയളവ് വേദന സഹിക്കാൻ കപ്പാസിറ്റി നമ്മുടെ ശരീരത്തിനുണ്ട്. അതിനപ്പുറത്തേക്ക് പറയുന്ന മരണമാണ്, സഹിക്കാൻ പറ്റില്ല. പക്ഷേ വൈദ്യശാസ്ത്രം ഇങ്ങനെ പറയുന്നത്, ഒരമ്മ തൻ്റെ കുഞ്ഞിനെ പ്രസവിച്ച് ഈ ഭൂമിയിലേക്ക് ഇടുമ്പോൾ നമ്മുടെ അമ്മ അനുഭവിച്ച പ്രസവ വേദന എന്ന് പറയുന്നത് 57 ഡെലിയൂണിറ്റ് വേദന എന്നാണ് പറയുന്നത്. കണ്ടോ? നമുക്ക് സഹിക്കാൻ പറ്റുന്ന വേദനയുടെ അളവ് എത്രയെന്ന് പറഞ്ഞേ?
45. എന്നാൽ നമുക്ക് ജന്മം നൽകിയ സമയത്ത് നമ്മുടെ അമ്മ അനുഭവിച്ച വേദന എത്രയാണ് പറഞ്ഞത്? 57 ഡെലിവറി. ചിലപ്പോൾ ഈ ഡെലിവറി നമുക്ക് അറിയത്തില്ലായിരുന്നു, പക്ഷെ നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പറയുന്നത് 57 യൂണിറ്റ് വേദന എന്ന് പറയുന്നത് ഒരു മനുഷ്യ ശരീരത്തിലെ 20 അസ്ഥികൾ ഒരേ സമയം ഏതെങ്കിലും അപകടത്തിൽപ്പെട്ടിട്ട് ഒരേ സമയം ഒഴിയുമ്പോൾ ആ ശരീരത്തിന് എന്തുമാത്രം വേദനയുണ്ടോ, അതാണ് എനിക്ക് നിനക്കും ജന്മം നൽകിയ സമയത്ത് നമ്മുടെ അമ്മ അനുഭവിച്ച പ്രസവ വേദന എന്ന് പറയുന്നത്. ഹലോ, ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, മക്കളെ, നിങ്ങൾക്ക് ഒരു അപകടം പറ്റി, നിങ്ങളുടെ ശരീരത്തിലെ 20 എല്ല് ഒഴിഞ്ഞു കൊണ്ട് വിചാരിക്കുക, നിങ്ങൾക്ക് സഹിക്കാൻ പറ്റുമോ? ഭാഗം പറ്റുമോ? ഭാഗം പറ്റുമോ? പോട്ടെ, 20 പേര് ഒരെല്ല് പൊട്ടിപ്പോയെന്ന് വിചാരിക്കുക, സഹിക്കാൻ പറ്റുമോ? സഹിക്കാൻ പറ്റുമോ? ചിലവർക്ക് ചെറിയ വേദന പോലെ സഹിക്കാൻ പറ്റില്ല, അല്ലേ? ചിരിച്ചു തിരിക്കലാണ്. ഞാൻ വിചാരിച്ചത് ബോധമില്ലാത്ത ആളാണെന്ന് വിചാരിച്ചു. അതുകൊണ്ടോ? ഓക്കെ മക്കളെ, ശ്രദ്ധ. ചിലർക്ക് ഒരു ചെറിയ കാരണം ചിലർക്ക് നടന്നു പോകുന്ന വഴിയിൽ കാലിൽ ഒരു മീൻമുള്ളിൽ അറിയാമോ? അതുപോലത്തെ മീൻമുള്ളില്ല, നമ്മൾ കഴിക്കുന്ന മീനിന്റെ മുള്ള്, അത് കയറിയപ്പോൾ ചിലർക്ക് സഹിക്കാൻ പറ്റില്ല. ചിലർക്ക് നടന്നു പോകുന്ന വഴിയിൽ പെട്ടെന്ന് കാലിൽ ഒരു മുള്ള്, നാട്ടുകാരെ മുഴുവൻ എന്നാ പറ്റി? അല്ല, സംഭവം ഒരു മുള്ള് കയറിയത് പ്രശ്നമായിരുന്നു. ഹലോ മക്കളെ, അങ്ങനെയെങ്കില നമ്മുടെ അമ്മ നമുക്ക് വേണ്ടിയിട്ട് എന്തുമാത്രം വേദന അനുഭവിച്ചിട്ടുണ്ട്. ചിലപ്പോഴൊക്കെ ആ അമ്മയാണ് നിങ്ങൾ ധിക്കരിക്കുന്നത്, ആ അമ്മയാണ് നിങ്ങൾ ചീത്ത വിളിക്കുന്നത്, ആ അമ്മയോടാണ് നിങ്ങൾ ദേഷ്യപ്പെടുന്നത്. ചില കുഞ്ഞുങ്ങളുണ്ട്, വീട്ടിലായിരിക്കുന്ന സമയത്ത് അമ്മ എന്തെങ്കിലും പറഞ്ഞാൽ ചാടിക്കത് സംസാരിക്കും. ചില കുഞ്ഞുങ്ങൾ അമ്മ ഉപദേശിക്കുന്നത് കണ്ടിട്ട് ഇഷ്ടമല്ലാത്തതുകൊണ്ട് അമ്മയെ പ്രാകുന്ന ചില കുഞ്ഞുങ്ങളുണ്ട്. ചിലരോട് ഞാൻ തള്ളയുടെ തന്നെ ജനിച്ചു പോയത്, ഈ കുടുംബത്തിൽ ഞാൻ ജനിച്ചു എന്ന് പറഞ്ഞ് അമ്മയൊക്കെ ശപിക്കുന്ന ചില കുഞ്ഞുങ്ങളുണ്ട്. അപ്പം ഞാൻ ഏകദേശം 29 വർഷം കഴിയാറ് ഞാനിങ്ങനെ കുട്ടികൾക്ക് യുവജനങ്ങൾ ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ ഇതുപോലെ ക്ലാസ് എടുക്കുമ്പോൾ ഈ മാതാപിതാക്കന്മാർക്ക് ഇല്ലാത്ത അനാഥരായ കുഞ്ഞുങ്ങൾക്ക് പോലും ചില ക്ലാസ് എടുക്കുമ്പോൾ അവരുടെയൊക്കെ ഏറ്റവും വലിയ സങ്കടം എന്ന് പറയുന്നത് മോനെ എന്ന് വിളിക്കാനായിട്ട്, മോളെ എന്ന് വിളിക്കാനായിട്ട് അവർക്ക് ജന്മം നൽകിയ അപ്പയും അമ്മയും ഇല്ല എന്നുള്ളത് നമ്മുടെ ഏറ്റവും വലിയ സങ്കടം അത് തന്നെ. അങ്ങനെ 2 ജന്മം ഉണ്ടല്ല. പറഞ്ഞ ഹല്ലേലൂയ. നമുക്ക് ചെറിയൊരു വീഡിയോ ഉണ്ടാകാം. ഓക്കെ, പറഞ്ഞ ഹല്ലേലൂയ. നമ്മൾ പറഞ്ഞ ഹല്ലേലൂയ. നമ്മൾ കേൾക്കുന്നത് ചെറിയൊരു പാട്ടാണ് കേട്ടോ. നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള സിനിമയിലെ പാട്ടാണ്. സിനിമയുടെ പേരിലാണ് ജോസഫ്. ആ സിനിമയിൽ ഫേമസ് ആയ 2 പാട്ടുണ്ട് അല്ലേ? ഒന്ന് ഏതാ? ഒന്ന് ഉയിരിൻ നാഥനെ അല്ലേ? ഓക്കെ. രണ്ടാമതോ പൂമുത്തോളെ. ഈ പൂമുത്തോളെ എന്ന് പറയുന്ന പാട്ട് എഴുതിയ വ്യക്തി, ആ വ്യക്തി പറയുന്ന ഒരു കാര്യമാണ്. അതായത് നമ്മൾ ഈ പാട്ട് കേൾക്കുമ്പോൾ അതൊരു ഭാര്യയ്ക്ക് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ കാമുകിയുമായിട്ട് സ്നേഹം പങ്കിടുന്ന ഒരു പാട്ടായിട്ടാണ് നമുക്ക് തോന്നുന്നത്. പക്ഷെ ആ വ്യക്തി പറയുക, ആ വരികൾ ശ്രദ്ധിച്ചറിയാൻ പറ്റും അത് ഒരമ്മയെ കുറിച്ചുള്ള പാട്ടാണ്. ആ വരികൾ ശ്രദ്ധിച്ചറിയാൻ പറ്റും അത് ഒരമ്മയെക്കുറിച്ചാണ് പറയുന്നത്. മക്കളെ, നമ്മൾ ജസ്റ്റ് കാണാം, ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. വർത്തമാനം പറയരുത്, നമുക്ക് കാണാം. നമുക്കൊന്ന് കാണാം കേട്ടോ. വർത്തമാനം പറയരുത്. നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റിനെ നിങ്ങൾ നോക്കാം. എനിക്ക് തന്നെ അവരോട് പറയുന്നത്
ഇല്ല, നമുക്ക് ഇപ്പോഴേ ഹാപ്പി ആയിട്ടിരിക്കുന്ന തന്നെ മാത്രമേ അറിയത്തുള്ളൂ. എന്താ രഞ്ജിത്ത്, you are given the gift of music, അല്ലേ? എൻ്റെ അമ്മ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് പാട്ടുകാരൻ മാത്രമായി പാട്ടുകാരനാവണമെന്ന് ആഗ്രഹിച്ചത്. പക്ഷെ പാട്ടുകാരൻ മാത്രമല്ല അമ്മയുടെ മനസ്സിലുണ്ടായത്. കോവിച്ചേട്ടനെ പോലെയും എം ജി രഞ്ജൻ സാറിനെ പോലെയും ഷാനയ്ക്ക് പോലെയും സീരിയസ്ലി ഇവരെല്ലാവരും ഈ പ്രോഗ്രാംസ് ഫോളോ ചെയ്യുന്ന ഇവരൊക്കെ ഇത്ര വലിയ ഫാൻ വരാറുണ്ടാവില്ല. എൻ്റെ അമ്മയാണ്. സത്യമാണ് ഞാൻ പറയുന്നത്. അമ്മയുടെ ആഗ്രഹം അവിടെ വന്ന് ഞാൻ ഇരിക്കുക എന്നുള്ളതാണ്. സീരിയസ്ലി ഒരുപാട് സന്തോഷമുള്ള കാര്യം എല്ലാവരും അമ്മയെ പറ്റി പറയുമ്പോൾ എൻ്റെ പപ്പ 9ാം ക്ലാസ്സിൽ പഠിച്ചതന്നെ. അപ്പോ അവരെ ഞങ്ങള് മക്കളെ, ദൈവം നമുക്ക് തന്ന ഏറ്റവും വലിയ അത്ഭുതമാണ് നമ്മുടെ മാതാപിതാക്കൾ. ചെറുപ്പം പറഞ്ഞില്ല, ചിലപ്പോൾ ഒരു സാധാരണ ഒരു കർഷകനായിരിക്കും, വലിയ വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്ത വ്യക്തിയായിരിക്കും. പക്ഷെ ഓർക്കുക, നിങ്ങളെ അപ്പനും അമ്മയും ജീവിക്കുന്നത് മുഴുവൻ ജീവിക്കുന്നത് മുഴുവൻ അത് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. എൻ്റെ അപ്പനും അമ്മയും ജീവിക്കുന്ന മുഴുവൻ അതെനിക്ക് വേണ്ട. മക്കളുടെ സുവർണ കാലഘട്ടം എന്ന് പറയുന്നത് അത് അപ്പനും അമ്മയും നമ്മുടെ കൂടെയുള്ള കാലഘട്ടമാണ്. പ്രത്യേകിച്ച് നമ്മുടെ പപ്പയൊക്കെ നമുക്ക് വേണ്ടി ജീവിക്കുക, നമുക്ക് വേണ്ടി അധ്വാനിക്കുക. ഞാൻ സാധാരണ കുഞ്ഞുങ്ങളോട് ഇങ്ങനെ പറയാറുണ്ട്, നമ്മുടെ അപ്പൻ കൊണ്ട വെയിലാണ് എന്ന് നമ്മൾ അനുഭവിക്കുന്ന തണലെന്ന് പറയുന്നത്. നമ്മുടെ അപ്പൻ കൊണ്ട വെയിൽ. ഇന്ന് നിങ്ങൾ സുരക്ഷിതമായിട്ട് ജീവിക്കുന്നുണ്ടെങ്കിൽ, നല്ല ആരോഗ്യത്തോടെ ജീവിക്കുന്നുണ്ടെങ്കിൽ, നല്ല ഫുഡ് കഴിക്കുന്നുണ്ടെങ്കിൽ, നല്ല വസ്ത്രം അണിയുന്നുണ്ടെങ്കിൽ, നല്ല വിദ്യാലയത്തിൽ നിങ്ങൾ പഠിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ നല്ല ഭാവിയിലേക്ക് നിങ്ങൾ ഉയർത്തപ്പെടുന്നുണ്ടെങ്കിൽ, അത് നിന്റെ അപ്പൻ കൊണ്ട വെയിലിന്റെ ഫലമാണ്. അപ്പന്റെ കരുതലിന്റെയും സ്നേഹത്തിന്റെയും ഫലമാണ്. ചിലപ്പോഴൊക്കെ അവരുടെ ഉപദേശങ്ങൾ നമുക്ക് ഇഷ്ടമല്ലാതെ മാറും, നമുക്ക് അതൊരു ബുദ്ധിമുട്ടായി മാറാം ചിലപ്പോഴൊക്കെ. പക്ഷെ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ മക്കളെ, നിങ്ങളെ ആരുടെയെങ്കിലും അപ്പ അമ്മ നിങ്ങൾ നശിച്ചു പോകണമെന്ന് ആഗ്രഹിക്കാറുണ്ടോ? വാദം പറയും. ആഗ്രഹിക്കാറുണ്ടോ? വാദം പറയും. ആഗ്രഹിക്കാറുണ്ടോ? ഇല്ല. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്ത ഒരു സംഭവമുണ്ട് കേട്ടോ. എൻ്റെ വീട് ചെല്ലാനെന്ന് പറയുന്ന ഒരു കടലോര പ്രദേശമാണ്. എൻ്റെ അപ്പനും എൻ്റെ ചേട്ടനും അനുജനൊക്കെ കടലിൽ ജോലിക്ക് പോകുന്നവരാണ്, മത്സ്യത്തൊഴിലാളികളാണ്. എൻ്റെ അപ്പ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല, അപ്പം മരിച്ചുപോയി. ബോൺ ക്യാൻസർ വന്ന് അപ്പം മരിക്കുന്നത്. ബോൺ ക്യാൻസർ, എല്ലുകളൊക്കെ പൊടിഞ്ഞ്. എന്നെ ഒത്തിരി അത്ഭുതപ്പെട്ടുള്ള ഒരു കാര്യമാണ്, ഈ കടലിൽ ജോലിക്ക് പോകുന്നതിൽ ചിലപ്പോൾ വെളുപ്പിന് 1 മണിക്ക് അല്ലെങ്കിൽ 12 മണിക്ക് 2 മണിക്കൊക്കെ എഴുതിട്ട് പോകണം. ഇങ്ങനെയാണ് നേരം കിടക്കുമ്പോൾ മീനുമായിട്ട് കരയിൽ വരാൻ പറ്റുന്നത്. അപ്പോൾ ഒരു ദിവസം ഞാനിങ്ങനെ, അപ്പോൾ ഈ മെഡിസിൻ എടുത്തിരിക്കുന്ന സമയത്ത് തന്നെ ഒരു ദിവസം ഞാനിങ്ങനെ വെളുപ്പിന് ടോയ്ലറ്റ് പോകാൻ വേണ്ടി എഴുന്നേറ്റ് ഏകദേശം 1 മണിയൊക്കെ ആയിട്ടുണ്ട്. ടോയ്ലറ്റിൽ പോയിട്ട് ഞാൻ തിരിച്ചു വരുന്ന സമയത്ത് അടുക്കളയിൽ സംസാരം കേട്ട സമയത്ത് ഞാൻ നോക്കിയപ്പോൾ അപ്പനും അമ്മയും. അപ്പം അമ്മ ഇങ്ങനെ ചായ ഇങ്ങനെ തണുപ്പിച്ചോണ്ടിരിക്കും. ചായ തണുപ്പിച്ചോണ്ടിരുന്നതിന് അമ്മ ഇങ്ങനെ പറയുന്നുണ്ട്, മനുഷ്യ ഇത് നിങ്ങൾ പോകണ്ട, ഡോക്ടർ ഇങ്ങനെ കണ്ടതല്ലേ, ഡോക്ടർ പറഞ്ഞല്ല റെസ്റ്റ് എടുക്കണമെന്ന് പറഞ്ഞല്ലേ, ഇന്ന് നിങ്ങൾ പോകണ്ട, റെസ്റ്റ് എടുക്കുക, പോകണ്ട. ഇങ്ങനെ അമ്മ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുക. ആ സമയത്ത് ഇന്ന് ഞാൻ മറക്കാത്ത അപ്പൻ്റെ വാക്കുകളുണ്ട്. അപ്പൻ ഇങ്ങനെ പറഞ്ഞത്, അതൊരു ചാകര സീസണാണ്, ചെമ്പിനൊക്കെ ഒരു സീസണാണ്. അപ്പോൾ ആ ഒരു സീസണിലൊക്കെ ചിലപ്പോൾ വെള്ളം ഇറങ്ങി കഴിഞ്ഞാൽ, ചിലപ്പോൾ ആ ഒറ്റ ദിവസം മീൻ കയറി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരാൾക്ക് ചിലപ്പോൾ 20,000 രൂപ അല്ലെങ്കിൽ 30,000 രൂപ ഒറ്റ ദിവസത്തെ പണിക്ക് ചിലപ്പോൾ കിട്ടും. പപ്പ ഇങ്ങനെ പറഞ്ഞത്, അതെ ഞാനിന്ന് പോകണം, കാരണം ഞാനിന്ന് പോയില്ലെങ്കിൽ ചിലപ്പോൾ ഇന്നാണ് മീൻ കയറണമെങ്കിൽ, ചാകര വരണമെങ്കിൽ ചിലപ്പോൾ നമ്മുടെ വീട്ടിൽ മാത്രം പട്ടിണിയായി പോകും, നമ്മുടെ വീട്ടിൽ മാത്രം പട്ടിണിയായി പോകും. അതുകൊണ്ട് ഞാൻ പോയേക്കാം എന്ന് പറഞ്ഞ അമ്മ എങ്ങനെയെല്ലാം
മക്കൾ അത് തിരിച്ചറിയാറുണ്ട്. എൻ്റെ അപ്പൻ്റെ സ്നേഹം, എൻ്റെ അമ്മയുടെ സ്നേഹം, അവിടെ കരുതൽ എത്ര മക്കൾ എന്ന് തിരിച്ചറിയാറുണ്ട്? പല കുഞ്ഞുങ്ങളും തിരിച്ചറിയാറില്ല. ചിലപ്പോൾ നിങ്ങൾ ചില കാര്യത്തിന് വേണ്ടി വാശി പിടിക്കാറില്ലേ? നിങ്ങൾ അപ്പൻ്റെ നിലയുന്നുണ്ട്, എനിക്ക് അത് വേണം, ഇത് വേണം, അത് പറ്റൂ, അത് പറ്റത്തില്ല, വേണം വേണം, വാശി പിടിക്കാറില്ലേ? പക്ഷെ ചിലപ്പോഴൊക്കെ പൈസ ഇല്ലെങ്കിൽ പോലും നിങ്ങളെ അപ്പൻ അത് സാധിച്ചു തരാറുണ്ട്. മക്കളെ ഓർക്കണമല്ലോ, നമ്മുടെ അപ്പ ദൈവം തന്ന ഏറ്റവും വലിയ സമ്മാനം, നമ്മുടെ അമ്മ ദൈവം തന്ന ഏറ്റവും വലിയ സമ്മാനം. ചേട്ടൻ പറഞ്ഞില്ലേ, മക്കളുടെ സുവർണ കാലഘട്ടം എന്ന് പറയുന്നത് അത് അപ്പനും അമ്മയും നിന്റെ കൂടെയുള്ള കാലഘട്ടമാണ്. മക്കളുടെ സുവർണ കാലഘട്ടമാണ്. അവര് ഒന്നില്ലാതായി മാറണം. അവരെനിക്ക് ആരൊക്കെ ആയിരുന്നെന്ന് ഒന്ന് തിരിച്ചറിയാനായിട്ട്. അത് മാതാപിതാക്കന്മാർ ആരൊക്കെ നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവും ആ വേദന എന്താണെന്ന്. നമുക്കൊരു വചനം എടുക്കാം കേട്ടോ. കേട്ടെ എഫേസ്യസ് ലേഖനം 6-ാം അധ്യായം. എഫേസ്യസ് ലേഖനം കേട്ടോ. എഫേസ്യസ് ലേഖനം 6-ാം അധ്യായം. മക്കളെ നിങ്ങൾ ശ്രദ്ധിച്ച്, ചെറുതായിട്ട് പറഞ്ഞൊരു കാര്യങ്ങളാണ് കേട്ടോ. ഒരു മനുഷ്യ ശരീരത്തിന് സഹിക്കാൻ പറ്റുന്ന വേദന 45 യൂണിറ്റാണ്. എന്നാൽ നമുക്ക് ജന്മം നൽകാൻ പ്രസവ സമയത്ത് അമ്മമാർ അനുഭവിക്കുന്ന വേദന 57 യൂണിറ്റ്. അതായത് ഒരു മനുഷ്യ ശരീരത്തിലെ 20 അസ്ഥികൾ ഒരേ സമയം ഒടിയുമ്പോൾ എന്തുമാത്രം വേദനയുണ്ടോ, അതാണ് എനിക്ക് നിനക്ക് ജന്മം നൽകിയ ഞാനും നിങ്ങൾ അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്നും ഈ ഭൂമിയിലേക്ക് പിറന്നു വീണ ആ ഒറ്റ സെക്കൻഡിൽ നമ്മുടെ അമ്മ അനുഭവിച്ചത്. നമുക്കൊരു വചനം വായിക്കാം. എഫേസ്യസ് ലേഖനം 6-ാം അധ്യായം. സ്വരത്തിൽ വായിക്കാം കേട്ടോ, പവർഫുള്ളായി വായിക്കാം. 6-ാം അധ്യായം 1. മക്കളും മാതാപിതാക്കന്മാരും കുട്ടികളെ കർത്താവിൽ നിങ്ങൾ മാതാപിതാക്കന്മാരെ അനുസരിക്കുകയും അത് ന്യായയുക്തമാണ്. നിങ്ങൾക്ക് നല്ല കൈവരുന്നതിനും ഭൂമിയിൽ ദീർഘകാലം ജീവിക്കുന്നതിനും വേണ്ടി മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കുക. വാഗ്ദാനത്തോടു കൂടിയ ആദ്യത്തെ കൽപ്പന ഇതത്രേ. കേട്ടോ മക്കളെ, പപ്പയമ്മയെ സ്നേഹിക്കുന്നവർ ഒരിക്കൽ കൊടുത്ത് കൈയോട്ടി കാണിച്ചത് ഒന്ന് നന്നായിട്ട് ഒട്ടും അടയ്ക്കുന്നവരല്ല, 100% സത്യസന്ധമാണ്, ആത്മാർത്ഥമായിട്ട്. ഇത് അടുത്തിരിക്കുന്ന ഒരു 50 പേര് കേട്ട് സ്വർമയത്തിൽ പറഞ്ഞ കുട്ടികളെ, നന്നായിട്ട് പറഞ്ഞ കുട്ടികളെ, കർത്താവിൽ നിങ്ങൾ മാതാപിതാക്കന്മാരെ അനുസരിക്കുകയും അത് ന്യായയുക്തമാണ്. നിങ്ങൾക്ക് നന്മ കൈവരുന്നതിനും ഭൂമിയിൽ ദീർഘകാലം ജീവിക്കുന്നതിനും വേണ്ടി മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കുക. വാഗ്ദാനത്തോടു കൂടിയ ആദ്യത്തെ കൽപ്പന ഇതത്രേ. കൈകളായിട്ട് മക്കളെ ഹലോ, ദൈവം വാഗ്ദാനം ചെയ്യുക. എന്നതാ വാഗ്ദാനം ചെയ്തത്? നിങ്ങൾ അപ്പനെ അമ്മയെ അനുസരിച്ചാൽ നിങ്ങൾക്ക് നന്മയുണ്ടാകും. എന്നാ ഉണ്ടാവും? ഓ പറഞ്ഞേ, എന്തുണ്ടാകും? ഉണ്ടോ മക്കളെ? നിങ്ങളുടെ പഠനത്തിൽ നന്ദിയുണ്ടാകും, നിങ്ങളുടെ ജീവിതത്തിൽ നന്ദിയുണ്ടാകും, നിങ്ങളുടെ ഭാവിയിൽ നന്ദിയുണ്ടാകും. എന്ത് ചെയ്യുമ്പോ? എന്ത് ചെയ്യുമ്പോ? അപ്പനമ്മയും അനുസരിക്കുമ്പോ, ബഹുമാനിക്കുമ്പോ. പറഞ്ഞേ ഹല്ലേലൂയ. ഉച്ചത്തിൽ പറ ഹല്ലേലൂയ. ജീവൻ പറ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, സത്യസന്ധമാണ് പറഞ്ഞു. ഇത് പറഞ്ഞിരുന്നു വചനം സത്യമാണ്? ഇല്ല 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 ഇല്ല. ഉറപ്പാണോ? എത്ര ശതമാനം സത്യമാണ്? കേട്ടില്ല കേട്ടില്ല കേട്ടില്ല. ഉറപ്പാണോ? മാറ്റമില്ല. 100% വചന സത്യമാണ്. നിങ്ങൾ അംഗീകരിച്ചു കഴിഞ്ഞു. അങ്ങനെയെങ്കിൽ എൻ്റെ ചോദ്യം ഇതാണ്, ഈ ഭൂമിയിൽ ഏറ്റവും അധികം ആളുകൾ മരിക്കുന്നത് ദീർഘായുസ് പ്രാപിച്ചാണോ അല്ലയോ? ഇനി ദീർഘായുസ് എന്താണെന്ന് അറിയാമോ?
പ്രഭാഷകന്റെ പുസ്തകം 18-ാം അധ്യായം 9-ാമത്തെ തിരുവചനം. പ്രഭാഷകന്റെ പുസ്തകം വേറെ എടുക്കൂ. പ്രഭാഷകൻ 18:9. കിട്ടിയോ? കിട്ടിയോ? ആർക്കും കിട്ടിയോ? വേറെ ആരും കൈവിടാം. ഒന്ന് ഉറക്കെ വായിച്ചോ, സ്വരം വെച്ച് വായിച്ചോ, ഉറക്കെ വായിക്കും. കേട്ടാണോ? ഒന്നുകൂടി. ഹലോ, കേട്ടോ? മനുഷ്യൻ 100 വയസ്സ് വരെ ജീവിച്ചാൽ അത് ദീർഘായുസാണ്. ഇതിന്റെ ചോദ്യം മനസ്സിലായ? അതായത് 100 വയസ്സ് വരെ പ്രാപിച്ചിട്ടാണോ എല്ലാവരും മരിക്കുന്നത്? വചന സത്യമാണോ? വചന സത്യമാണെങ്കിൽ മക്കളെ, വചനം പറയുകയാണ് മനുഷ്യൻ 100 വയസ്സ് വരെ ജീവിച്ചാൽ ദീർഘായുസാണ്. വാഗ്ദാനം ചെയ്യുകയാണ് ഭൂമിയിൽ ദീർഘകാലം ജീവിക്കാൻ നീ അപ്പനമ്മ അനുസരിച്ചാൽ മതി. അങ്ങനെയെങ്കിൽ ദീർഘായുസ് പ്രാപിക്കാതെ ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ നിന്നും മരണപ്പെടുന്നുണ്ടെങ്കിൽ മക്കളെ, അതിൽ പല കാരണങ്ങളുണ്ടാകാം. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് ഒരു കാരണം എന്തായിരിക്കും? ഉറക്കെ പറ. മാതാപിതാക്കന്മാരെ ബഹുമാനിക്കാതെ. നമുക്കൊരു ചെറിയൊരു വീഡിയോ കിട്ടും, നമ്മൾ അതിൻ്റെ പേര് കേട്ടോ. ഒരു വീഡിയോ കണ്ട് നമ്മൾ അവസാനിപ്പിക്കുക. ഓക്കെ, ഇതൊന്നും കൂടി കണ്ടിട്ട് നമ്മൾ പ്രാർത്ഥന അവസാനിപ്പിക്കാം കേട്ടോ. നോക്കിയാണ് കിടന്ന് വർത്താനം പറയാതെ. ഓക്കെ, ആരാണ്? എഴുന്നേൽക്ക സമയമായി. രാത്രി മുഴുവൻ മൊബൈൽ കുത്തിപ്പിടിച്ചോണ്ടിരിക്കും. കിടക്കുന്നത് 1 മണി 2 മണിക്കൊക്കെ. പിന്നെ എങ്ങനെ നേരത്തെ കാലത്ത് എണീക്കാണ്? ഇതിന് മാത്രം ആരാധി എന്തോ കുത്തി കളിക്കാനാണെന്ന് എനിക്ക് മനസ്സിലാവും. വിളിച്ച് മനുഷ്യന്റെ തൊണ്ടയുടെ വെള്ളം പറ്റിയാലും ചെറുക്കൻ എഴുന്നേക്കത്തില്ല. എടാ ദീപു, എഴുന്നേക്ക. രാവിലത്തെ ആഹാരം കഴിക്കുന്നത് ഉച്ചക്കലത്തേത് കഴിക്കുന്നത് വൈകിട്ട്. പിന്നെ എങ്ങനെ ശരീരത്തിൽ പിടിക്കാനാ? എടാ, നിനക്ക് 7 മണിക്ക് എവിടെ പോകണമെന്ന് പറഞ്ഞില്ലയോ? ഇപ്പൊ 8 മണിയായി. ഏഴ് മണിക്ക് വിളിക്കാൻ പറഞ്ഞ് 6 മണിക്ക് വിളിച്ചത് വരെ 8 മണിയായി. പല്ല് വൃത്തിയായിട്ട് വേണേ. ആ താഴത്തെ നിരയിലെ പല്ല് മൊത്തം ക്ലാവ് പിടിച്ച് മഞ്ഞിച്ചിരിക്കുക. സ്വപ്നം കണ്ടോണ്ടിരിക്കാതെ പല്ല് വൃത്തിയായിട്ട് തേക്കാൻ നോക്കും. ഇതൊന്നും പിക്ചർ മാത്രം ക്ലാവ് പിടിക്കാൻ. ഈ കുളിക്കാൻ പോകുന്നത് എന്തിനാണ് മൊബൈലിൽ? 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ പുള്ളി. ആ ഷർട്ടിന്റെ കോളം എടുത്ത് നോക്കി അറിയാം പുള്ളിയാണ് വെച്ച. കണ്ണേരിട്ട് ഒരച്ചരച്ച് മനുഷ്യന്റെ കൈ തൊക്കാൻ വയ്ക്കുക. ഇതെന്തോ പുട്ട്. ആ, ചിരട്ടപ്പുട്ട്. ഈ പുട്ട് കണ്ടുപിടിച്ചതൊക്കെ ആയി കിട്ടിയായിരുന്നു. പുട്ടുണ്ടാക്കിയാ വേണം, ഇഡലി ഉണ്ടാക്കിയാ വേണം, ദോശ ഉണ്ടാക്കിയാ വേണം. പിന്നെ ഞാൻ എന്തോ ഉണ്ടാക്കണം? നേരത്തിനും കാലത്തിനും കഴിക്കാനുള്ളതല്ലേ. ഇല്ലായിരുന്നെങ്കിൽ പുട്ടല്ല മോനെല്ലാം തിന്നേനെ. എന്തെങ്കിലും കഷ്ടപ്പാട് അറിയണം. ടേബിളിന്റെ മുന്നിലോട്ട് വന്നിരുന്നാ മതിയല്ലോ. അപ്പൊ ഇങ്ങനെയൊക്കെ തോന്നും. നിന്റെ ഈ പ്രായത്തിലേ ഞാനൊക്കെ പുട്ടൊന്ന് കേട്ടിട്ടേ ഉള്ളൂ. ആ, എന്തെങ്കിലും പറഞ്ഞാൽ ഇതുപോലെ എഴുന്നേറ്റ് പോയാൽ മതി. എടാ, വന്നിരുന്ന് കഴിക്കാനാ പറഞ്ഞു. എന്റെ കണ്ണടയുമ്പോ പഠിച്ചോളൂ. കുറ്റപ്പെടുത്തുന്നു. ഒരുപാട് ദേഷ്യം തോന്നിട്ടുണ്ട്. അമ്മ പറയുന്ന ഓരോ കയ്പ് മാത്രമേ നിലനിൽക്കുള്ളൂ. അതിലെ മാത്രം എനിക്ക് അറിയാൻ കഴിയില്ല. പക്ഷെ ഇപ്പോൾ അമ്മയുടെ കൊച്ചു തരുന്നത് കുറ്റപ്പെടുത്തുകയില്ല. ഒരു ദിവസം നമുക്ക് തുടങ്ങാൻ പറ്റുന്നില്ല.
വാത്സല്യത്തേനൂറും നന്മതൻ മാമൂട്ടും ഉന്മതൻ ഉരുവമാണെന്നും അമ്മ. ഉന്മതൻ ഉരുവമാണെന്നും അമ്മ. മക്കളെ, മക്കളുടെ സുവർണ കാലഘട്ടം എന്ന് പറയുന്നത് അത് അപ്പനും അമ്മയും നമ്മുടെ കൂടെയുള്ള കാലഘട്ടമാണ് കേട്ടോ. നമുക്കെല്ലാവർക്കും എഴുതിട്ടേക്ക് ഒരു നിമിഷം എല്ലാവരും എഴുതിട്ടേക്ക്. ഒന്ന് കണ്ണു കഴിച്ച് പ്ലീസ്. മോനെ പിന്നെ മോളെ 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 കണ്ണുകൾ കഴിച്ച് ഒന്ന് കൈകൾ കൂപ്പിയത്, ഒന്ന് കൈകൾ കൂപ്പിയത്. സാധിക്കണമെങ്കിൽ ആരുടെയും ദേഹത്ത് ടച്ച് ചെയ്യാറുണ്ട്, എന്നും ടച്ച് ചെയ്യാൻ, ഒരു കസേരയിൽ പോയി ടച്ച് ചെയ്യാറുണ്ട്. രണ്ട് കാലും ഉറച്ചു വെക്കും, അടുപ്പിച്ച് ഉറച്ചു വെക്കും. രണ്ട് കാലം മോനെ കൈകൾ കൂപ്പി. മുൻപിലുള്ള കസേരയിൽ കൈ വെക്കാതിരിക്കുന്നു, മുൻപിലുള്ള കസേരയിൽ കൈ വെക്കാതിരിക്കുന്നു, മുൻപിലുള്ള കസേരയിൽ കൈ വെക്കാതെ കൈകൾ കൂപ്പി. ഒന്ന് കണ്ണു കളച്ച് മാത്രമായിട്ട് നിങ്ങൾ നല്ല കുമ്പസാരമൊക്കെ ഒന്ന് നടത്തിയത്. അപ്പം നിങ്ങൾ ഒരു തീരുമാനം നമുക്ക് എടുക്കാൻ പറ്റണം. ഈ ഭൂമിയിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അത്ഭുതം മക്കളെ നിങ്ങൾ ഓർക്കണം കേട്ടോ. സ്വർഗത്തിൽ നിന്ന് നിങ്ങൾ ഈ ഭൂമിയിലേക്ക് അയക്കാൻ നടത്ത ദൈവം ഈ ഭൂമിയിൽ ഒരുപാട് പേരെ തിരഞ്ഞു നടന്നു. ഈ കുഞ്ഞിനെ ഞാൻ ആരുടെ കൈകൾ ഏൽപ്പിക്കുമെന്ന് അറിയാൻ വേണ്ടി. മോനെ കുഞ്ഞിനെ ഒന്ന് പ്രാർത്ഥിക്കാതെ പോയി, ഞാൻ അല്ലെങ്കിൽ ആരെ ശല്യപ്പെടുകയായി അങ്ങനെ ചെയ്യും. ദൈവം ഇങ്ങനെ ഒരുപാട് പേരെ നോക്കി നടത്തി. ദൈവം പലരെയും നടത്തിയത് അവർക്ക് കൃത്യമൊന്നുമില്ല. പക്ഷെ അവസാനം നിങ്ങളുടെ അപ്പനമ്മയും ദൈവം നടത്തി. ദൈവത്തിന് മനസ്സിലായി ഈ കുഞ്ഞിനെ ഇവർ രണ്ടുപേരും നന്നായി നോക്കിക്കൊള്ളും. ചിലപ്പോൾ കുറവുകളൊക്കെ ഉണ്ടാകാം, ചിലപ്പോൾ മദ്യപിക്കുന്ന അപ്പനായിരിക്കാം, വഴക്ക് തുടങ്ങുന്നതായിരിക്കാം, സാധാരണ പഠിക്കാനായിരിക്കാം, ഒരു കൂലിപ്പണിക്കാരോ വർഷകാലങ്ങളായിട്ടാണ്. പക്ഷെ ദൈവം ഒറ്റ കാര്യം മനസ്സിലാക്കി, ഈ കുഞ്ഞിനെ ഇവർ നന്നായി നോക്കിക്കൊള്ളും, ഒരു കുറവുപോലും വരുത്താതെ നോക്കിക്കൊള്ളും. അങ്ങനെ ആ അപ്പൻ്റെയും അമ്മയുടെയും കരങ്ങളിലേക്ക് നിങ്ങളെ ഏൽപ്പിച്ചു കൊടുത്തു. മക്കളെ ഓർക്കണം കേട്ടോ, അമ്മയുടെ വയറ്റിൽ നീ രൂപം പ്രാപിച്ച ആ നിമിഷം മുതൽ അമ്മ നിന്നെ സ്നേഹിച്ചു തുടങ്ങി. മക്കളെ, നിങ്ങൾ അപ്പന്റെയും അമ്മയുടെയും മുഖം കണ്ടതിന് ശേഷമാണ് നിങ്ങൾ നിങ്ങളുടെ അപ്പനമ്മയെ സ്നേഹിച്ചു തുടങ്ങിയത്. പക്ഷേ നിങ്ങളുടെ മുഖം കാണുന്നതിന് മുൻപ് തന്നെ, നിങ്ങൾ ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്ന് അറിയുന്നതിന് മുൻപ് തന്നെ നിന്റെ അപ്പനമ്മയും സ്നേഹിച്ചു തുടങ്ങി. നിനക്ക് വേണ്ടി അവർ ത്യാഗം അനുഭവിക്കാൻ തുടങ്ങി, അവരുടെ ഇഷ്ടങ്ങൾക്ക് മാറ്റിവെക്കാൻ തുടങ്ങി. ചില ഭക്ഷണങ്ങൾ നിന്റെ അമ്മയ്ക്ക് ഇഷ്ടമായിരുന്നു, പക്ഷെ അമ്മയ്ക്കറിയാം ചില ഭക്ഷണം കഴിച്ചാൽ ചിലപ്പോൾ ബ്ലീഡിങ് ഉണ്ടാകും. അതുകൊണ്ട് അങ്ങനെയുള്ള ഭക്ഷണങ്ങളെല്ലാം അമ്മയ്ക്ക് ഇഷ്ടമാണെങ്കിൽ പോലും അമ്മ മാറ്റിവെച്ചു. അമ്മയ്ക്ക് യാത്ര ചെയ്യുന്നത് ഒത്തിരി ഇഷ്ടമായിരുന്നു, പക്ഷേ ഡോക്ടർ നിർദ്ദേശിച്ചായിരുന്നു ഒരിക്കൽ പോലും യാത്ര അധികം ചെയ്യരുത്, കുഞ്ഞിന് അപകടമാണ്, റെസ്റ്റ് എടുക്കണം. മക്കളെ, അന്ന് മുതൽ അമ്മ തൻ്റെ എല്ലാ ഇഷ്ടങ്ങളും മാറ്റിവെച്ചു നമുക്ക് വേണ്ടിയിട്ട്, തൻ്റെ കുഞ്ഞിന് വേണ്ടിയിട്ട്. മക്കളെ, ആ അമ്മയാണ് പലപ്പോഴും നമ്മൾ മനസ്സിലാക്കാതെ പോകുന്നത്. ആ അപ്പയാണ് നമ്മൾ പലപ്പോഴും മനസ്സിലാക്കാതെ പോകുന്നത്. ഒന്ന് കണ്ണടച്ച് പ്രാർത്ഥിക്കാമോ മകളെ? ഈ പ്രശ്നങ്ങൾ കഴിഞ്ഞ നാളുകളൊക്കെ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ പപ്പയും അമ്മയൊക്കെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഈ നിമിഷം ഈശോയുടെ മുമ്പിൽ എഴുതാം, അവരോട് സോറി പറയാം. എന്തിൻ്റെ പേരിലാണെങ്കിലും നിങ്ങൾ അവരെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ സോറി പറഞ്ഞ് പ്രാർത്ഥിക്കാം. ഈശോയെ, ഞാൻ എൻ്റെ പപ്പയും അമ്മയും മനസ്സിലാക്കാതെ പോയിട്ടുണ്ട്, ഞാൻ അവരെ സ്നേഹിക്കാതെ പോയിട്ടുണ്ട്, അവരുടെ സ്നേഹം തിരിച്ചറിയാതെ ഞാൻ പോയിട്ടുണ്ട്. നമുക്ക് നിമിഷങ്ങൾ പ്രാർത്ഥിക്കാം. ഈശോയെ, എൻ്റെ പപ്പയുടെയും അമ്മയുടെയും പ്രിയപ്പെട്ട മകളായി വളർന്നു വരുവാൻ എന്നെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കാം, എന്നെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കാം. കുഞ്ഞുങ്ങളെ, അവരെ വേദനിപ്പിക്കാതെ ജീവിക്കാനായിട്ട് നമുക്ക് തീരുമാനമെടുക്കാം. ഈ നിമിഷം
നമ്മുടെ ഈ ധ്യാനത്തിൽ പങ്കെടുക്കുമ്പോൾ നമുക്ക് തീരുമാനമെടുക്കാൻ പറ്റണം. ഞാൻ ഒരിക്കൽ പോലും എന്നെ മാതാപിതാക്കന്മാരെ സങ്കടപ്പെട്ടില്ലായിരുന്നു. ആ രണ്ട് കൈകൾ ഒന്ന് യാചന രൂപത്തിൽ ഒന്ന് തുറന്നു പിടിക്കാമോ? യാചന രൂപത്തിൽ നിങ്ങൾ നെഞ്ചിന് നേരെ തുറന്നു പിടിക്കാമോ? യാചന രൂപത്തിൽ തുറന്നു പിടിക്കാം. നിങ്ങൾ അപ്പയും അമ്മയും ഒന്ന് മനസ്സിലാക്കാം. ഈ നിമിഷങ്ങളിൽ നിങ്ങൾക്ക് തീരുമാനമെടുക്കാൻ പറ്റണം. നിങ്ങൾക്ക് തീരുമാനമെടുക്കാൻ പറ്റണം. എന്നിട്ട് നിങ്ങൾ കഴിഞ്ഞ നാളുകളൊക്കെ ഏതെങ്കിലും രീതിയിലൊക്കെ അവർ വേദനിപ്പിച്ചിട്ടുണ്ടെന്ന് സോറി പറഞ്ഞുകൊണ്ട് ഈ നിമിഷം നിങ്ങൾ മാതാപിതാക്കന്മാരുമായിട്ടുള്ള നല്ലൊരു ബന്ധത്തിലേക്ക് കടന്നു വരുവാൻ വേണ്ടി ആഗ്രഹിച്ച് ഈ നിമിഷം പ്രാർത്ഥിക്കാം. അടുത്തിരിക്കുന്ന നമ്മൾ 5-10 പേരുകൾക്ക് നിങ്ങൾ യേശുവേന്ന് വെച്ച് പ്രാർത്ഥിച്ചാൽ മതി. വേറെ ഒന്നും വിളിക്കണ്ട, യേശുവേന്ന് വെച്ച് പ്രാർത്ഥിക്കുക. എല്ലാ മക്കളും പ്രാർത്ഥിക്കുക. എല്ലാവരും നിങ്ങൾ മറ്റുള്ളവർക്ക് പ്രേരണ കൊടുക്കണം. ഈ സമയം വരെ നിങ്ങൾ മിണ്ടാതെ നിന്നിട്ടുണ്ടെങ്കിൽ മക്കളെ, ഇനി അടുത്തിരിക്കുന്ന കൂട്ടുകാര് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് കേൾക്കുമ്പോൾ അവർക്ക് പ്രാർത്ഥിക്കാൻ തോന്നണം. ചിലപ്പോൾ ഇന്നലെ വരെ നിങ്ങൾ മറ്റുള്ളവർക്ക് ചീത്ത പറയാൻ വേണ്ടി പ്രേരണ കൊടുത്തിട്ടുണ്ടാവാം, തെറ്റായ കാര്യങ്ങൾക്ക് വേണ്ടി പ്രേരണ കൊടുത്തിട്ടുണ്ടാവാം. എന്നാൽ ഇന്ന് നിന്റെ കൂട്ടുകാരൻ നീ കാരണം, നിന്റെ പ്രാർത്ഥന കാരണം പ്രാർത്ഥിക്കാൻ ഒരു പ്രേരണ കൊടുത്തേ. അടുത്തിരിക്കുന്ന ഒരു 10 പേരിലൊക്കെ യേശുവേ നമുക്ക് പ്രാർത്ഥിക്കുക. യേശുവേ 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 ചേർന്ന് ഒരു പ്രാർത്ഥിക്കുക. മോനെ നിനക്കൊന്ന് വാ തുറക്കാമോ? ഈശോയെ വിളിക്കാൻ ഒന്ന് വാ തുറക്കാമോ? നാണിച്ചു നിൽക്കാതെ മോനെ ഒന്ന് വാ തുറന്ന് പ്രാർത്ഥിക്കുക. വാ തുറന്നോ? യേശുവേ 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 വാ തുറന്ന് പ്രാർത്ഥിക്കുക. യേശുവേ 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 കുറച്ചുകൂടി സമയത്തി എല്ലാ മക്കളും ചേർന്ന് വാ തുറന്ന് പ്രാർത്ഥിക്കുക. വാ തുറന്ന് പ്രാർത്ഥിക്കുക. വാ തുറന്ന് പ്രാർത്ഥിക്കുക. യേശുവേ 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 സ്വരം കയറി വരട്ടെ. പോരാ പോരാ എല്ലാ മക്കളും വോയിസിന്റെ സ്വരം കേൾക്കട്ടെ. ചിലത് നിങ്ങൾ ഒരു കുട്ടി മാത്രം തമാശ വെച്ചിരിക്കുക അവിടെ. യേശുവേ 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 യേശുവേ. രണ്ട് കൈകൾ നെഞ്ചോട് ചേർത്ത് പിടിക്കും. രണ്ട് കൈകൾ മകളെ നിങ്ങൾ എങ്ങനെ കാണും? നിന്റെ അപ്പയും അമ്മയുമാണ് നീ നിന്റെ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നത്. നിന്റെ അപ്പനും അമ്മയാണ് നീ ഇപ്പോൾ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നത്. ആ കണ്ണട വെച്ച ഒരാൾ മാത്രമാണ് ഈ ഗ്രൂപ്പിൽ അടുപ്പിക്കൊണ്ടിരുന്നത്. ഞാൻ മനസ്സിലാക്കി നിങ്ങൾ ഈശോയുടെ മുമ്പിൽ പറയാം, ഒരിക്കൽ പോലും ഞാൻ എൻ്റെ അപ്പനമ്മയും എൻ്റെ ഹൃദയത്തിൽ നിന്നും മാറ്റി വെക്കത്തില്ല. എൻ്റെ അപ്പനമ്മയും ഞാൻ എൻ്റെ ഹൃദയത്തിൽ നിന്നും അകറ്റി കളയത്തില്ല. എത്ര കഷ്ടപ്പെട്ടാലും ശരി എൻ്റെ മാതാപിതാക്കന്മാരെ ഞാൻ സങ്കടപ്പെടുത്തത്തില്ല. അങ്ങനെ തീരുമാനമെടുക്കും. അങ്ങനെ തീരുമാനമെടുത്ത് പ്രാർത്ഥിക്കാം. നമുക്ക് അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. പരിശുദ്ധമായ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ സമയത്തും തമ്പുരാനെ അപേക്ഷിക്കണമേ. ആമേൻ. പോരാ, ആമേൻ. ഒന്നിരിക്കാമോ? ഞാനൊരു 4 പേർക്ക് ഒരു അവസരം തരും. 4 പേര് ഞാൻ ചെറിയ കുട്ടികളെ വിളിച്ചപ്പോൾ അവരെ ഏകദേശം 17 പേര് ഓടി വന്നായിരുന്നു. നിങ്ങൾ ഈ ഒരു നിമിഷം ഒരൊറ്റ മിനിറ്റ് ഞാൻ നിങ്ങൾക്ക് തരികയാണ്. ഈ ഒരൊറ്റ മിനിറ്റ് കൊണ്ട് മക്കളെ നിങ്ങളെ പപ്പയുടെയോ നിങ്ങളെ മമ്മയുടെയോ നിങ്ങളെ സ്വാധീനിച്ചിട്ടുള്ള ഏറ്റവും വലിയ ഒരു നന്മ ഒന്ന് കണ്ടെത്താൻ പറ്റും. നിങ്ങൾ പപ്പയ്ക്കും മമ്മയ്ക്കും ഒത്തിരി നന്മകൾ ഒത്തിരിയുണ്ട്. പക്ഷെ നിങ്ങളെ സ്വാധീനിച്ചിട്ടുള്ള ഏറ്റവും വലിയ ഒരു നന്മ ഒന്ന് കണ്ടെത്താൻ പറ്റും. ഒന്ന് കണ്ണടച്ച് നിങ്ങളുടെ പപ്പയുടെ അല്ലെങ്കിൽ നിങ്ങളുടെ മമ്മിയുടെ ഏറ്റവും വലിയ ഒരു പുണ്യം, ഒരു നന്മ, ഒരു നല്ല സ്വഭാവം ഒന്ന് കണ്ടെത്തി നോക്കി.
കണ്ടെത്തി കഴിഞ്ഞാൽ കണ്ണ് തുറക്കണ്ട, ഒന്ന് കൈവത്തി കാണിച്ചാൽ സെറിബ്രൽ മനസ്സിൽ പറഞ്ഞു വന്നു ചേട്ടാ. അപ്പോഴവിടെ കുറവ് കേൾച്ചാൽ എത്ര പെട്ടെന്ന് കണ്ടെത്താൻ പറ്റും. സെറിബ്രൽ മനസ്സിൽ പറഞ്ഞു പൊന്നെ ആ തള്ളക്ക് വല്ല നന്മയുണ്ടാവും. കൈകാലിട്ടോ വേഗത്തിൽ നമ്മൾ കണ്ടെത്തി നോക്കി. നിങ്ങൾ ഇത്രയും വർഷം 15 വർഷമായി, 17 വർഷമായി, അങ്ങനെ 14 വർഷമായി, ഇത്രയും വർഷമായിട്ട് നിങ്ങളുടെ അപ്പൻ്റെ അമ്മയുടെ ജീവിക്കുക. നിങ്ങൾ ഒരുപാട് സ്വാധീനിച്ചിട്ടുള്ള നിങ്ങളുടെ അപ്പൻ്റെ അമ്മയുടെ ഒരു നന്മ ഒന്ന് കണ്ണു തുറന്ന് മക്കളെ, ഞാൻ 2 ബോയ്സിനും 2 ഗേൾസിനും മുമ്പിലേക്ക് വയ്ക്കും. നിങ്ങൾക്ക് ചങ്കൂറ്റമുണ്ടോ ഈ ഇത്രയും കുട്ടികളുടെ മുമ്പിൽ വെച്ച് നിങ്ങളുടെ അപ്പൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെ അമ്മയുടെ ആരെങ്കിലും ഒരാൾ ഒരു നന്മ ഒന്ന് വിളിച്ചറിയിക്കാൻ വേണ്ടിയിട്ട് ചങ്കൂറ്റമുള്ള 2 പെൺകുട്ടികളും 2 ആൺകുട്ടികളും ചാടി എഴുന്നേറ്റാണ്. ഞാനെന്താ ഞാൻ പറഞ്ഞത്, അവിടെ ഞാൻ പറഞ്ഞു 17 കുട്ടികളാണ് അവർ വന്നു. 8ാം ക്ലാസ്സുകാരെ 7ാം ക്ലാസ്സുകാരെ ആയിട്ട്. ഓക്കെ, 2 ഗേൾസ് 2 ബോയ്സ്. നിങ്ങൾ അപ്പനെ അമ്മയെ കുറിച്ച് ഇത്രയും കുട്ടികളുടെ മുമ്പിൽ പോസിറ്റീവായിട്ട് പറയാൻ പറ്റുന്ന ഒരവസരം നോക്കട്ടെ, ആര് വരെ നോക്കട്ടെ. നിങ്ങൾ ഷെയർ ചെയ്യണ്ട, ഇവിടെ വന്നതാണ്. ദൈവമേ, അനാഥരായ കുഞ്ഞുങ്ങളാണ് അപ്പനമ്മയില്ലാത്തത് നിങ്ങളാണ് തോന്നുന്നു. പറയേ, കാര്യം ധൈര്യമുണ്ടോ? ഞാൻ വെല്ലുവിളിക്കാൻ നിങ്ങളുടെ അപ്പനും അമ്മയ്ക്കും ഒരു നന്മയില്ലെന്ന് ഞാൻ കരുതുക. ഈ സമയത്ത് ഞാൻ നിങ്ങൾ വെല്ലുവിളിക്കാം. ഉണ്ടെങ്കിൽ എഴുന്നേറ്റോ. നിങ്ങൾ അങ്ങനെ പറയാതെ വേറെ ചാടി എഴുതോ. അല്ലെങ്കിൽ ഞാൻ വിളിക്കില്ല, വേറെ കാര്യം. ഇപ്പൊ ഞാൻ വിളിക്കാതെ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുഴുവൻ അനുഗ്രഹം കിട്ടും. ഞാൻ വിളിച്ചിട്ടാണ് നിങ്ങൾ വരുന്നെങ്കിൽ പകുതി അനുഗ്രഹം കിട്ടും. ഞാൻ വിളിക്കുമ്പോൾ ആരെ വേണം നല്ലൊരു കൈ കൊടുത്തേ. ഇത് അതിൻ്റെ കൈയായിട്ട് എനിക്ക് വേണോ? വേണ്ട അല്ലേ? നിങ്ങൾ നന്നായിട്ട് കഴിക്കാൻ വേണ്ടി നന്നായിട്ട് കഴിക്കും. ഓക്കെ, ഒരു പെൺകുട്ടി കറക്റ്റൊക്കെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു പെൺകുട്ടി. യെസ്, ഓക്കെ. 2 ബോയ്സ്. ഓക്കെ, ഇവർ പറയുന്ന സമയങ്ങളിൽ റെഡിയാണ് കേട്ടോ. ഞാൻ ആരും വിളിക്കാം കേട്ടോ. ഓക്കെ, നിങ്ങൾ ചെയ്യുന്നത് ഈ ഗ്രൂപ്പിൽ നിങ്ങൾ പേരറിയാൻ പറ്റും അല്ലേ? പേരറിയാൻ പറ്റും. നിങ്ങൾ പേരറിയാലോ. ഓക്കെ, നിങ്ങൾ അമ്മയുടെ ആണെങ്കിൽ അമ്മയുടെ, അപ്പൻ്റെ ആണെങ്കിൽ അപ്പൻ്റെ പേര് പറയുക. അവരുടെ നിങ്ങൾ സ്വാധീനിച്ചിട്ടുള്ള ഒരു നന്മ പറയുക. ഓക്കെ, എൻ്റെ അമ്മ എപ്പോഴും ഞാൻ വഴക്കിട്ടാലും എല്ലാ കാര്യത്തിനും എന്നെ വഴക്ക് പറയില്ല. പക്ഷേ ഏതെങ്കിലും ഒരു കാര്യം ഞാൻ തെറ്റായി ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നെ നല്ലപോലെ വഴക്ക് പറയും. പിന്നെ ഞാൻ കരയും. കുറേ കരയുമ്പോൾ എനിക്ക് ദേഷ്യം പിടിക്കും. പക്ഷെ ഞാൻ കുറച്ച് ചിന്തിക്കും അമ്മ പറഞ്ഞത് ശരിയാണെന്ന്. പിന്നെ അമ്മയുടെ അടുത്ത് പോയി സോറി പറയുമ്പോൾ അമ്മയ്ക്ക് സാരില്ല പോട്ടെ, അടുത്ത പ്രാവശ്യം ഇനി ചെയ്യേണ്ടാന്ന് പറയും. ക്ഷമിക്കാൻ അമ്മയ്ക്ക് അറിയാമെന്നുള്ളത്. നല്ലൊരു കഴിവ് അമ്മയ്ക്ക്, നല്ലൊരു കഴിവ് അങ്ങനെ കഴിക്കുന്നത്. ഓക്കെ, ഓക്കെ. ഞാൻ നിങ്ങൾ ചോദിക്കുകയാണ്, നിങ്ങൾ അമ്മയുടെ പപ്പയുടെ പിണങ്ങാറുണ്ടോ? പിണക്കോ? അതെന്നാ ചേട്ടാ? നിങ്ങൾ നിങ്ങളുടെ അമ്മയുടെ പിണങ്ങാറുണ്ടോ? എൻ്റെ ചോദ്യം ഇതാണ്, അപ്പനോട് അമ്മയോട് നിങ്ങൾ പിണങ്ങിക്കഴിഞ്ഞാൽ ആ പിണക്കം മാറ്റാൻ മുൻകൈ എടുക്കുന്നത് നിങ്ങളാണോ അപ്പനമ്മയാണോ? അല്ലേ? ഓക്കെ, എൻ്റെ അച്ഛൻ ഞാൻ എത്ര വലിയ തെറ്റ് ചെയ്താലും വലിയ വഴക്കൊന്നും പറയില്ല. ആ ഒരു പ്രശ്നത്തിനനുസരിച്ച് ചെറിയ വഴക്കൊക്കെ പറയുള്ളൂ. പിന്നെ അത് എന്നെ ആവർത്തിക്കില്ല, അങ്ങനെ ആവർത്തിക്കുന്നതൊക്കെ കാരണം. നല്ലൊരു കൈ കൊടുക്കുക, നല്ലൊരു കൈ. ഓക്കെ, ബോയ്സ് മോനെ നീ വന്നു. ഞാനൊക്കെ ഒന്നും അറിയില്ല, നിങ്ങൾ വന്നേ. കാരണം നമ്മുടെ ഈ ഗ്രൂപ്പിൽ അല്പം മീശയുള്ള ചേട്ടനാണ്. ഓക്കെ, മോനെ പേരാണ് അഭിനവ്. നല്ല പേരാണ് കേട്ടോ. എത്ര ക്ലാസ് പഠിക്കുന്നു? +1 കയറി, 10ാം ക്ലാസ് കഴിഞ്ഞു. ഓക്കെ, നല്ല മാർക്ക് ഉണ്ടായിരുന്നു.
അമ്മ ഭാവയാണ്. ഓക്കെ, എന്ത് തെറ്റ് ചെയ്താലും അമ്മ ക്ഷമിക്കാറുണ്ട് അല്ലേ? നമ്മൾ ക്ഷമിക്കാറുണ്ടോ? ക്ഷമിക്കാറുണ്ടോ? ഓക്കെ, അപ്പൊ അഭിനവിന്റെ അമ്മയ്ക്ക് നല്ല കൈയടി കേട്ടോ, നല്ല കൈയടി. ഓക്കെ, ഞാൻ ഒരാളെ മോനെ നീ വന്നു. ഹലോ, ഹായ്. ഓക്കെ, എൻ്റെ പേരെന്താ? അമ്മ നല്ല കാര്യങ്ങൾ പറഞ്ഞു ശരിയാക്കാറുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെ കേട്ട് ഇങ്ങനെ കാര്യമാണ്. ഓക്കെ, നല്ലൊരു കാര്യമുണ്ട്. ഗേൾസ് വരാൻ പറയുന്നതോ? ഗേൾസ് ചില എല്ലാവരെയും അച്ഛന് കുറച്ചുകൂടി നല്ല ടൈം ഇടായിരുന്നു. നല്ല തല കുപ്പിട്ടിരിക്കുകയാണ്. ദൈവമേ, തല കുപ്പിട്ടിരിക്കുന്ന പെൺകുട്ടികളെ കല്യാണം നടക്കാതെ പോട്ടെ. എല്ലാവരും നെറ്റിയാണോ അല്ലേ? ഓക്കെ മോളെ നീ പറഞ്ഞ നീ അമ്മയോട് എപ്പോഴും അടി ഉണ്ടാക്കാറുണ്ടോ? നീ അമ്മ ഓക്കെ മക്കളെ, നമ്മുടെ എല്ലാ അമ്മമാർക്കും അപ്പന്മാർക്കും നല്ലൊരു കൈയ്യടി കൊടുക്കാവോ? പോരാ, നന്നായില്ല, പോരാ. ഓക്കെ മക്കളെ, ചേട്ടൻ പറഞ്ഞ കാര്യം ഇന്ന് വീട്ടിൽ ചെന്നിട്ട് ചേട്ടൻ പറഞ്ഞ കാര്യം മറക്കരുത്. നിങ്ങൾ നിങ്ങളുടെ പപ്പയോടും മമ്മയോടും സോറി പറയണമല്ലോ. ചെറിയ കുഞ്ഞിന് കയറാറായോ? കയറുന്നില്ലേ? അത് കേട്ടോ. ഓക്കെ മക്കളെ, നമ്മൾ ശ്രദ്ധിച്ച് സാറ് പറയുന്ന ഒരു കാര്യം കേൾക്കാം കേട്ടോ. അതിന് ശേഷം നമുക്ക് പ്രാർത്ഥിക്കാം. അതിനാണ് അടുത്ത ഞായറാഴ്ച നമ്മുടെ വേദപാഠ സ്ഥാപിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ പുതിയ ക്ലാസ്സിൽ തന്നെ ഇരുന്നാൽ മതി. പുതിയ ക്ലാസ്സിലേക്ക് പ്രമോഷൻ കിട്ടി കഴിയുമ്പോൾ പുതിയ ക്ലാസ്സിലേക്ക് പോകാം. അവിടെ ക്ലാസ് റൂമിന് മുമ്പിൽ പുതിയ ക്ലാസ് റൂമുകൾ എന്നിരിക്കുന്നത് പഴയ ക്ലാസ് റൂമിൽ തന്നെ ഇരുന്നാൽ മതി. പുതിയ ക്ലാസ് റൂമിൻ്റെ മുമ്പിലെല്ലാം ഒരു എ4 ഷീറ്റ് പേപ്പറിൻ്റെ പകുതിയിൽ എഴുതി വെച്ചിട്ടുണ്ടാവും. 1 A 1 B മുതൽ +2 ഈ വരെയുള്ള ക്ലാസ്സിൽ എഴുതി. അപ്പോൾ നിങ്ങൾ അതനുസരിച്ച് ഇരുന്നാൽ മതി. 8ാം ക്ലാസ് മുതൽ 8, 9, 10 +1 3 ബാക്കിയൊക്കെ കാണിക്കുന്നത്. പിന്നെ അറിയിക്കുന്നത് 10ാം ക്ലാസ് വരെയുള്ള കുട്ടികൾ കാര്യം പഠിക്കുന്നത് പൊതുവായി കാഴ്ചവെപ്പ് കൊടുക്കുന്നത്. എല്ലാ വർഷവും നമ്മൾ നടത്തുന്നതാണ്. ആ പൊതുവായി കാഴ്ചവെപ്പ് ഈ വർഷവും നമ്മൾ നടത്തുന്നത്. നിങ്ങൾക്ക് ഒന്നുകിൽ നോട്ട്ബുക്ക് 1, 2, 3 അല്ലെങ്കിൽ ഒരു പേരായിട്ട് നോട്ട്ബുക്ക് മേടിച്ച് നന്നായിട്ട് പഠിച്ചു കൊടുക്കുന്നത്. അതുപോലെ ആൺകുട്ടികൾ ശ്രദ്ധിച്ച് കാഴ്ചവെപ്പിൻ്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ആരും കാഴ്ചവെപ്പില്ലാതെ കാഴ്ചക്കാരായിട്ട് നിൽക്കുന്നുണ്ടോ ആ ഒരു കാര്യം പറയുന്നത്. ഇനി നോട്ട്ബുക്ക് കൊടുക്കാൻ താല്പര്യമില്ലെങ്കിൽ നമുക്ക് നിങ്ങളുടെ കഴിവനുസരിച്ച് ഒരു 50 രൂപയൊക്കെ കവറിനായിട്ട് കൊടുത്താൽ മതി. നമ്മളത് പാടുന്ന കുട്ടികൾക്ക് അവർ മറ്റ് പഠനാവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് ഇതിൻ്റെ കാര്യം അറിയാൻ ഹല്ലേലൂയ, ഹല്ലേലൂയ. നേരത്തെ പറഞ്ഞ ഹല്ലേലൂയ, സ്നേഹത്തോടെ പറഞ്ഞ ഹല്ലേലൂയ. ഇന്ന് ഈശോ അനേക കുഞ്ഞുങ്ങളെ സ്പർശിച്ചിട്ടുണ്ട്. എനിക്ക് അച്ഛനെ കാണാൻ സാധിക്കും. അനേക കുഞ്ഞുങ്ങൾ ഈശോയുടെ കരകളിലേക്ക് ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന അവസ്ഥ ഈശോ കാണിച്ചു തരുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെ സന്തോഷം അനുഭവിക്കുന്ന കുട്ടികളോട് പറഞ്ഞ ഹല്ലേലൂയ. കാണാൻ വരുമ്പോഴുണ്ടല്ലോ നമ്മളെ സ്നേഹിക്കുന്നവരുടെ വേണ്ടി ലവ് ലെറ്റർ എഴുതാറുണ്ട്. ലവ് ലെറ്റർ അല്ലേ? എഴുതിയിട്ടില്ലേ? ഞാൻ എഴുതിയിട്ടുണ്ട്. ഹൈസ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ലവ് ലെറ്റർ എഴുതിയായിരുന്നു. പക്ഷെ കൊടുക്കാൻ പറ്റിയില്ല, പേടിയാണ്.
പഠിപ്പിക്കാൻ പോയ പള്ളിയിൽ ഞാൻ ബ്രദറായിരുന്നു പോയ സമയത്തേക്ക് അവരുടെ കിട്ടില്ല. അപ്പോൾ യെസ് എന്നും പറഞ്ഞുകൊണ്ട് ഇന്ന് മുതൽ നാളെ മുതൽ പോസ്റ്റ് ചെയ്തേക്ക് ലവ് ലെറ്റർ കിട്ടും കേട്ടോ. യെസ്, അപ്പോൾ നാളെ നിങ്ങൾ വരുമ്പോൾ ഈശോയ്ക്ക് ഒരു ലവ് ലെറ്റർ തരും. അങ്ങനെയുണ്ടോ? നാളെ നിങ്ങൾ വരുമ്പോൾ ആകെ ഉണ്ട് ഈശോയ്ക്ക് ഒരു എഴുത്ത് എഴുതുക. അത് സ്നേഹത്തോടെയുള്ള എഴുത്ത്, നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും പറഞ്ഞുകൊണ്ടുള്ള എഴുതുക. നാളെ നമ്മൾ ഈ എഴുത്തുകൾ ഇവിടെയാണ് ആരാധന നടത്തുന്നത്. സ്റ്റേജിന്റെ ഫ്രണ്ടില് അലങ്കരിച്ച ഒരു പോട്ടിൽ വെച്ച് ഈ എഴുത്തുകളെല്ലാം കത്തിക്കും. ഈശോയുടെ മുന്നിലേക്ക് ധൂപം പോലെ ഈ പ്രാർത്ഥനകളെല്ലാം പോകും. എഴുതുവോ? കത്തിക്കും. ഞങ്ങളാരും വായിക്കത്തില്ല, ഒരു മനുഷ്യൻ പോലും വായിക്കത്തില്ല, ഞാൻ പോലും വായിക്കത്തില്ല കേട്ടോ. ഈ നിങ്ങൾ തന്നെയാണ് എഴുത്തുകൊണ്ട് ഇടുന്നത്. ആ തീയിൽ കൊണ്ട് നിങ്ങൾ തന്നെ ഇടണം എഴുത്ത്. ബ്ലാങ്ക് ആയിട്ട് ഒരു പേപ്പർ പോലും കാണാൻ പാടില്ല. നിന്റെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും തമ്പരാൻ അറിയണം. എന്നിട്ട് കുറച്ച് നാളെ മറ്റൊരു വർഷം കഴിയുമ്പോൾ തമ്പരാൻ ചോദിക്കും, ധ്യാനത്തിന്റെ സമയത്ത് നിന്നോട് എഴുതെന്ന് പറഞ്ഞായിരുന്നല്ലോ, നീ അതിനകത്ത് എഴുതാനും ചോദിക്കും. ഒരു 10-20 വർഷം കഴിയുമ്പോൾ അച്ഛാ എനിക്ക് ജോലി കിട്ടുന്നില്ല, അച്ഛാ എന്നെ കല്യാണം ശരിയാക്കുന്നില്ല എന്ന് പറഞ്ഞ വന്നേക്കരുത്. മനസ്സിലായോ? ഇപ്പൊ തന്നെ എഴുതിക്കോണം, എനിക്ക് നല്ലൊരു ഇതെല്ലാം തന്നെ, എനിക്ക് നല്ലൊരു സുന്ദരിയായ വിശുദ്ധിയായ പെൺകുട്ടി തന്നെ പ്രാർത്ഥിക്കണം കേട്ടോ. പ്രാർത്ഥിക്കണം. ഇന്ന് തന്നെ എഴുതിയേക്കുന്നത് സുന്ദരിയായ പെൺകുട്ടി തന്നെ മാത്രം എഴുതുന്നത്, ബാക്കി എഴുതുന്നില്ല കേട്ടോ. എന്നെ വിശുദ്ധിയോടെ ആ കല്യാണം കഴിക്കാൻ അനുവദിക്കണമെന്ന് എഴുതണം കേട്ടോ. സുന്ദരിയായ പെൺകുട്ടി മാത്രം കഴിക്കാൻ പോലെ നീ വിശുദ്ധിയോടെ ജീവിക്കണം ആ സമയത്ത്. ഓക്കെ, അപ്പം നമുക്ക് എഴുതിയിരിക്കാം. വിശുദ്ധ അടയാളത്താലെ ഞങ്ങളുടെ രക്ഷിക്കാം. ഒരു 3 പ്രാവശ്യം